ദേശീയപാതകളിലെ വിള്ളലിൽ ആശങ്കയൊഴിയുന്നില്ല. കാലവർഷം കൂടി എത്തുന്നതോടെ വിള്ളൽ കണ്ടെത്തിയിടങ്ങളിലെ പ്രദേശവാസികൾ എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ്. NHAI ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി താൽക്കാലിക പരിഹാരങ്ങൾക്ക് ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അതുമാത്രം മതിയോ? ഉത്തരം കിട്ടാൻ നിരവധി ചോദ്യങ്ങളില്ലേ? വലിയ ചോദ്യങ്ങൾ ഉയരുമ്പോൾ വിള്ളലിൽ ക്രെഡിറ്റ് ആർക്കും വേണ്ടേ എന്നതാണ് ചോദ്യം. ദേശീയപാതയിൽ അപകടമുണ്ടായ മലപ്പുറം ജില്ലയിലെ കൂരിയാട് ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ജനങ്ങളുടെയും നാടിന്റെയും സുരക്ഷിതത്വമാണ് പ്രധാനം. വിള്ളലിൽ ക്രെഡിറ്റ് ആർക്കും വേണ്ടേ? 2 മണിക്കൂർ നീളുന്ന ലൈവത്തോൺ ഇവിടെ തുടങ്ങുകയാണ്. നമുക്കൊപ്പം വിവിധയിടങ്ങളിൽ റിപ്പോർട്ടർമാരുണ്ട്. VS രഞ്ജിത്ത്, AK അഭിലാഷ്, ജേസൺ ചാമോളപ്പിൽ, TV പ്രസാദ്, R റോഷിപാൽ, സിനോജ് തോമസ്, അർജുൻ കല്യാട്, ദീപക് മലയമ്മ, അഷ്കർ അലി, മുബഷീർ P അക്ബർ, ആദിൽ പാലോട്, റാഹിസ് റഷീദ് എന്നിവരാണ്. ആദ്യം കൂരിയാടിലേക്കാണ് പോകുന്നത്. മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന ദൃശ്യം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. കാറുകളിൽ ഉണ്ടായിരുന്നവർ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നത് ആ ദൃശ്യങ്ങളിലുണ്ട്. സ്ത്രീകളും കുട്ടികളും അടക്കെ ഉൾപ്പെടെ കരയുന്നതും ആ ദൃശ്യങ്ങളിൽ കാണാം. ശബ്ദം കേട്ട് ഓടിയെത്തിയ സമീപത്തെ ഡോക്ടറാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. അതേസമയം കൂരിയാട് അപകടമുണ്ടായ സമീപ പ്രദേശത്തെ വീടുകളും സുരക്ഷാ ഭീഷണിയിലാണ്. അന്ന് മുതൽ തന്നെ നമ്മൾ ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ പറയാതെ അവരോട് തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരിക്കണം. നിങ്ങൾ നമ്മളെ ബുദ്ധിമുട്ടിലാണ് ആക്കുന്നത്, നിങ്ങൾ നമ്മളെ പ്രൈവറ്റ് സ്ഥലത്തേക്ക് ഇത് വിടാൻ പാടില്ലല്ലോ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഇതിൻ്റെ ഇതുള്ളൂ, അവിടെ തന്നെ ഞങ്ങൾ വിടും, ബാക്കി നിങ്ങൾ പഞ്ചായത്തിനോട് പറയാമെന്ന്. മതിലിൻ്റെ അടിയിൽ കൂടെ അവിടെ വരുന്ന വെള്ളത്തിൻ്റെ ഫോഴ്സിൻ്റെ ദമ്മ് കൊണ്ടാണ് അത് അടിയിൽ കൂടെ വെള്ളം തെറിച്ചാണ് വരുന്നത്. നമുക്കറിയാം ഈ വീട്ടിലേക്ക് കയറാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത്. ചെറിയ മഴ പോലും വരികയാണെങ്കിൽ തന്നെ ഇവർ സ്വന്തമായിട്ട് കൊടുത്ത് കെട്ടിയ മതിലാണിത്. ഇതിൻ്റെ മേൽക്കൂടെയാണ് വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്തു നിന്ന് എത്രയോ വിദ്യാർത്ഥികളൊക്കെ ഇവിടെ AR നഗർ പഞ്ചായത്തിനെയും വേങ്ങര പഞ്ചായത്തിനെയും ആശ്രയിക്കുന്ന ഏക ഹൈസ്കൂളാണിത്. ഈ ഹൈസ്കൂളിലേക്ക് വരുന്ന ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ട് കടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കിലോമീറ്ററുകളോളം കറങ്ങി പോകേണ്ട ഒരു അവസ്ഥയാണ്. അതുമാത്രമല്ല, സംസ്ഥാന പാതയ്ക്ക് നേരെ ഒരു ഫ്ലൈ ഓവർ നിർബന്ധമാണ്. ഇതല്ലാതെ വേറെ മാർഗങ്ങളില്ല. വിള്ളലും അപകടവും ആദ്യമുണ്ടായ കൂരിയാട് നിന്നും മുബഷീർ P അക്ബർ ഉണ്ട്. മുബഷീർ, ഇപ്പോൾ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്, അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ സമീപവാസികളുടെ പ്രതികരണവും. ഇതിലിപ്പോൾ എല്ലാവരുടെയും പ്രതികരണങ്ങൾ തേടി കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചാണ് നിർമ്മാണം മുന്നോട്ട് പോകുന്നത് എന്ന അവകാശവാദമാണല്ലോ ഇതിൽ ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നടത്തുന്നത്. അപ്പോൾ ആരിൽ നിന്ന് പരാതി കേട്ടു, ആരെയൊക്കെ കേട്ടു എന്നൊരു വിഷയം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം NHAIയുടെ ഗുരുതരമായ വീഴ്ചയും. എന്താണ് ഇപ്പോൾ കൂരിയാട്ടെ ഒരു സാഹചര്യം? ഈ സമീപ പ്രദേശങ്ങളിൽ എത്രത്തോളം വീടുകളുണ്ട് മുബഷീർ? തീർച്ചയായും കൂരിയാടിനെ സംബന്ധിച്ച് ഇപ്പോഴും അപകട ഭീഷണി തുടരുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അപകടം സംഭവിച്ച ഒരു മേഖലയിലാണ്. നേരത്തെ നമ്മൾ ദൃശ്യങ്ങൾ കണ്ടതാണ്. അപകടമുണ്ടായ ആ സമയത്ത് പുറത്തു വന്ന ദൃശ്യങ്ങളാണത്. 3ഓളം വാഹനങ്ങളിൽ അകപ്പെട്ടവർ നിലവിളിച്ച് കരയുന്നുണ്ട്. എങ്ങോട്ടേക്ക് ഓടി രക്ഷപ്പെടണമെന്നറിയാതെ ആ വാഹനത്തിനുള്ളിൽ നിന്ന് കരയുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഒരു മേഖലയിൽ ഉൾപ്പെടെയായിരുന്നു ആ ഒരു വാഹനങ്ങൾ ഉണ്ടായിരുന്നത്. ഒരു വാഹനം ആ ഒരു മേഖലയിൽ അകപ്പെട്ട് കിടക്കുന്നുണ്ടായിരുന്നു. തൊട്ടു പിന്നിൽ മറ്റു 2 വാഹനങ്ങൾ ഉണ്ടായിരുന്നു. അപകടം സംഭവിച്ചത് ഒരു ദിവസത്തോളം ആ ഒരു വാഹനം അവിടെ കിടന്നു എന്നുള്ളതാണ്. ആ ഒരു വാഹനത്തിലുണ്ടായിരുന്ന ആളുകളുടെ പ്രതികരണമൊക്കെ തന്നെ ആദ്യഘട്ടത്തിൽ നമ്മൾ കേട്ടതാണ്. അപ്രതീക്ഷിതമായിട്ട്
ഈ മേഖലയിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ മതിലിൽ നിന്നും കോൺക്രീറ്റ് കഷ്ണങ്ങൾ വാഹനത്തിന് മുകളിലേക്ക് അടർന്നു വീഴുന്നതാണ് കണ്ടത്. ഏറെ ഞെട്ടലുണ്ടായിരുന്നു, വലിയ പരിക്ക് സംഭവിച്ചു എന്നുള്ളതായിരുന്നു ഒരു കുടുംബം പറഞ്ഞിരുന്നത്. എന്തായാലും ജർമ്മൻ ടെക്നോളജിയിലൊക്കെ തന്നെ നിർമ്മിച്ചു എന്ന് അവകാശവാദം ഉന്നയിക്കുന്ന KNRCയുടെ മതിലാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കൂടുതൽ വ്യക്തതയോടെ ഇപ്പോൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ആധുനിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്തു എന്ന് പറയപ്പെടുന്ന ഈ മതിലെ ഓരോ നിമിഷങ്ങൾ കഴിയുന്തോറും പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് താഴേക്ക് വീഴുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഈ കല്ലുകൾക്കുള്ളിൽ അവർ നിർമ്മിച്ചെടുത്ത മതിലിൻ്റെ ഫിൽട്ടർ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ കല്ലുകളായിരുന്നു ജർമ്മൻ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിച്ചെടുത്ത മതിലാണെന്ന് അവർ അവകാശപ്പെട്ടിരുന്നത്. ഇത് ഇപ്പോൾ ഈ റോഡുകൾക്ക് താഴേക്ക് കിടക്കുന്നൊരവസ്ഥയാണ്. തൊട്ട് താഴെ വയലിലേക്ക് ഉൾപ്പെടെ ഇത് കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. റോഡിൻ്റെ അവസ്ഥയൊക്കെ തന്നെ അങ്ങേയറ്റം പരിതാപകരമാണ്. തൊട്ടപ്പുറത്തെ മേഖലകളിൽ ഉൾപ്പെടെ സമാനമായ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ സംഭവമുണ്ടായി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ, മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെ തലപ്പാറ മേഖലയിൽ വിള്ളൽ രൂപപ്പെട്ടതാണ്. ഇന്നലെ മമ്മാലിപ്പടിയിൽ നമ്മൾ വിള്ളൽ കണ്ടതാണ്. ഇതേ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുത്ത റോഡിൻ്റെ അവസ്ഥയാണ് ഇത് കണ്ടില്ലേ. അപ്പോൾ എന്ത് ഗുണമേന്മയാണ് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ കരാർ കമ്പനി ഇവിടെ നടത്തിയതെന്നൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. വിശേഷിച്ചും നിർമ്മാണം തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നാട്ടുകാർ പറഞ്ഞതാണ് ഇവയുടെ ഗുണമേന്മ പരിശോധിക്കണം, അതോടൊപ്പം തന്നെ ഈ മേഖലയുടെ ഭൂമിശാസ്ത്രപരമായ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള നിർമ്മാണം നടത്തണം. വിശേഷിച്ചും ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന പാത നമുക്കറിയാം, ആ മേഖലയിൽ 5ഓളം കനാലുകൾ ഉണ്ടായിരുന്നു, ചെറു തോടുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും മഴയൊക്കെ തന്നെ പെയ്യുന്ന സമയത്ത് അതിലൂടെ വെള്ളം ഇങ്ങനെ ഒലിച്ചു വന്ന് തൊട്ടപ്പുറത്തെ കടലുണ്ടിപ്പുഴയിലേക്കൊക്കെ തന്നെ ഒഴുകിപ്പോകാനുള്ള സംവിധാനങ്ങൾ ഈ തോടുകളിലൂടെ ഉണ്ടായിരുന്നു, കനാലുകളിലൂടെ ഉണ്ടായിരുന്നു. ഇവിടെ മണ്ണിട്ട് ഉയർത്തിക്കൊണ്ട് ദേശീയപാത നിർമ്മിച്ച സമയത്ത് പൂർണ്ണമായിട്ടും ആ തോടുകൾ നികത്തുന്നു, ആ കനാലുകൾ നികത്തുന്നു. അത് വലിയൊരു പ്രശ്നമായി തന്നെ ഒരു മേഖലയിൽ മാറുന്നു. മഴയങ്ങ് വർദ്ധിക്കുന്നതോടുകൂടി തൊട്ടപ്പുറത്തുള്ള വയലിൽ നിന്നും വെള്ളം ജനവാസ മേഖലകളിലേക്ക്, വീടുകളിലേക്ക് കയറും. നേരത്തെ ഷെരീഫ താത്തയുടെ പ്രതികരണമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അവരുടെ വീടിൻ്റെ താഴേക്ക് അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ദേശീയപാതയുടെ ഓവുചാലിൽ നിന്നും ഇറങ്ങി വരുന്ന വെള്ളം അവരുടെ അടുക്കള ഭാഗത്തേക്ക് വരെ എത്തുന്നുണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ റോഡിലൊക്കെ തന്നെ വിള്ളൽ രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ വലിയ ഭയപ്പാടോടുകൂടിയാണ് ഷെരീഫ് താത്തയെ പോലെയുള്ള നിരവധി ആളുകൾ ഇവിടെ കഴിയുന്നത്. എന്തായാലും വലിയ പ്രതിഷേധ പരിപാടികൾ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മളിവിടെ കണ്ടതാണ്. യൂത്ത് കോൺഗ്രസ് നടത്തി, യൂത്ത് ലീഗ് നടത്തി പ്രതീകാത്മകമായി പശയൊക്കെ തന്നെ ഒട്ടിച്ചുകൊണ്ട് ഈ മേഖലയിൽ ഒരു സമരം യൂത്ത് ലീഗ് ശരിയാണ്. യൂത്ത് ലീഗിന്റെ വ്യത്യസ്തമായ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. പശയൊട്ടിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു അത്. കൂരിയാട് നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ആദ്യ പാളിച്ച കണ്ടത് കൂരിയാടാണ്. അവിടെ ആ തകർച്ചയിൽ നിർമ്മാണത്തിലെ പാകപ്പിഴ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വിദഗ്ധർ. ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ടല്ല ആ നിർമ്മാണം നടന്നിരിക്കുന്നത്. ഉയർന്ന ജലവിധാനവും മണ്ണിന്റെ ഘടനയും അപകടത്തിന് കാരണമായിട്ടുണ്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ടും ശരിവെക്കുന്നതാണ് നിർമ്മാണത്തിലെ വീഴ്ച. ദേശീയപാത അതോറിറ്റിയാണ് വിദഗ്ധ സമിതിയെ നിയോഗിച്ചത്. അഷ്കർ അലി കരിമ്പ വിവരങ്ങൾ നൽകും. അഷ്കർ, ആദ്യം തന്നെ ഈ വിള്ളലും അപകടവും ഉണ്ടായ ഘട്ടത്തിൽ തന്നെ വളരെ വേഗത്തിൽ തന്നെ കേന്ദ്രം നടപടിയിലേക്ക് കടന്നു. ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീർ MP ആണത് ഗഡ്കരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വളരെ വേഗം തന്നെ നടപടിയിലേക്ക് കടന്നു. 2 അംഗ സമിതിയെ നിയോഗിച്ചു. ആ സമിതിയുടെ റിപ്പോർട്ടും വന്നിരിക്കുന്നു. അപ്പോൾ പ്രാഥമികമായി ഓരോ പ്രദേശത്തിനെയും ഭൂപ്രകൃതി അനുസരിച്ചല്ല അവിടെ നിർമ്മാണം നടന്നിരിക്കുന്നതെന്ന് വ്യക്തമാവുകയല്ലേ? പാടം ഉൾപ്പെടുന്ന ആ ഭാഗം എങ്ങനെയാണ് നിർമ്മിച്ചിരിക്കുന്നത്? വീഴ്ച നമുക്ക് ദൃശ്യങ്ങളിലും വ്യക്തമാണ്. റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട വീഴ്ചകൾ എന്താണ്? ആസ്പതി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല വിധത്തിലുള്ള വിദഗ്ധ ഉപദേശങ്ങളും റിപ്പോർട്ടുകളുമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒന്ന്, ആദ്യഘട്ടത്തിൽ തന്നെ ദുരന്ത നിവാരണ സമിതിയിലേക്ക് പ്രാഥമികമായി ഈ NH66 സംസ്ഥാന വ്യാപകമായുള്ള തന്നെ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രാഥമിക റിപ്പോർട്ട് ദുരന്ത നിവാരണ സമിതിക്ക് സമർപ്പിക്കപ്പെട്ടിരുന്നു. അതിനടക്കം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം പലയിടങ്ങളിലും ആവശ്യമായ സംരക്ഷണ ഭിത്തികളില്ല, മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശങ്ങളുണ്ട്. അത്തരം പ്രദേശങ്ങളിലും കുന്നിടിച്ചുള്ള റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയുണ്ട് എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഒരു കാര്യം. കൃത്യമായ ഡ്രെയിനേജ് സംവിധാനം പലയിടങ്ങളിലും NH66 ഭാഗമായി എവിടെയും നിർമ്മിച്ചിട്ടില്ല. കൃത്യമായ വെള്ളം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനങ്ങളില്ല. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ തന്നെ വിദഗ്ധരും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സമിതിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു. അതിന് തൊട്ട് പിന്നാലെ ഇപ്പോൾ കൂരിയാട് അപകടത്തിലേക്ക് വരികയാണെങ്കിൽ പോലും അവിടെ നിയോഗിച്ച ദേശീയപാത അതോറിറ്റി കമ്മിറ്റി നിയോഗിച്ച റിപ്പോർട്ട്, അതിൻ്റെ 2 അംഗ വിദഗ്ധ സമിതി നൽകിയ റിപ്പോർട്ടിലും അതിനെ ഡീബാർ ചെയ്തുകൊണ്ടുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവിലുമൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ വേണ്ടത്ര പരിശോധനകൾ നടന്നില്ല എന്നുള്ളതാണ്. ദേശീയപാത അതോറിറ്റിയുടെ അല്ലെങ്കിൽ ദേശീയ ഗതാഗത വകുപ്പ് മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച്, മാനദണ്ഡമനുസരിച്ച് ഓരോ ഭാഗത്തും റോഡ് നിർമ്മാണം നടക്കുമ്പോൾ അത് അവിടെയുള്ള മണ്ണിൻ്റെ ഘടന നോക്കി, മണ്ണിൻ്റെ ബലം പരിശോധിച്ച്, അത്തരത്തിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും പരിശോധിച്ച് വേണം നിർമ്മാണം നടത്തുന്നത്. പക്ഷേ കൂരിയാട്ട സാഹചര്യം മാത്രം നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ പോലും അതിൽ ഗുരുതരമായിരിക്കുന്ന വീഴ്ചകൾ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ മുമ്പച്ചർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇപ്പോൾ അപകടം നടന്നിരിക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് വലിയ തോതിൽ ജലവിധാനം
ഉണ്ടാകുന്ന ജലനിരപ്പുണ്ടാകുന്ന ഒരു പ്രദേശമാണ്. ജലം കടന്നു പോകുന്ന കടലുണ്ടിപ്പുഴയിലേക്കടക്കം കനാലുകളും ചെറുതോടുകളും കടന്നു പോകുന്ന ഒരു പ്രദേശമാണ്. അവിടെ മണ്ണിട്ട് നികത്തി ഇത്തരത്തിൽ റോഡ് നിർമ്മാണം നടത്തുമ്പോൾ സ്വാഭാവികമായും ആ വെള്ളം കടന്നു പോകാനുള്ള സംവിധാനം ഉണ്ടാക്കേണ്ടതായിരുന്നു. അത്തരം സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലാതെ വന്നതോടെ വലിയ തോതിൽ അവിടെ ജലനിരപ്പ് ഉയരുന്ന ഘട്ടമുണ്ട്. ഈ ദേശീയപാത അതോറിറ്റിയുടെ തന്നെ മാനദണ്ഡം അനുസരിച്ച് ഒരു പ്രദേശത്ത് ജലനിരപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ആ ജലനിരപ്പിനേക്കാൾ 1.5 മീറ്ററിലധികം ഉയരത്തിൽ സർവീസ് റോഡെങ്കിലും ഉണ്ടാവണം എന്നുള്ള അത്തരം മാനദണ്ഡങ്ങൾ പോലും ഇവിടെ പാലിച്ചിട്ടില്ല എന്നുള്ളതാണ്. വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നാൽ സർവീസ് റോഡിലേക്ക് വരെ വെള്ളം എത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന അവസ്ഥയുണ്ട്. ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അത് തന്നെയാണ്. കൃത്യമായി മാനദണ്ഡങ്ങൾ പാലിക്കാതെയുള്ള നിർമ്മാണം നടന്നതോടെ ജലം ഉയരുകയും പിന്നീട് ആദ്യഘട്ടത്തിൽ സർവീസ് റോഡ് തകരുകയും അതിനോടനുബന്ധിച്ച് തന്നെ ദേശീയപാത പോലും തകരുന്ന ഘട്ടമുണ്ടായി. അതിനോടൊപ്പം തന്നെ പ്രധാനമായും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ഓരോ സ്ഥലത്തും മണ്ണിൻ്റെ ഘടനയ്ക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ പ്രധാനമെന്ന് പറയുന്ന മണ്ണിൻ്റെ ഘടനയാണ്. ഈ പ്രദേശത്തെ മണ്ണിൻ്റെ ബലക്കുറവ് പോലും കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് DBAR നൽകിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നൽകിയ ഉത്തരവിലടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല പരോക്ഷമായി ഇപ്പോൾ ഈ കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ സമ്മതിക്കുന്ന ഒരു സാഹചര്യം അവിടെയുള്ള 250 മീറ്ററോളം ദൂരം ഈ അപകടം നടന്ന കൂരിയാട്ടെ 250 മീറ്റർ ദൂരത്തിൽ കൃത്യമായുള്ള നിർമ്മാണത്തിൽ അശാസ്ത്രതയില്ല എന്ന് കമ്പനി വാദിക്കുമ്പോൾ പോലും DPRൽ ചില പാകപ്പിഴവുകൾ വന്നിട്ടുണ്ട് എന്ന് പരോക്ഷമായെങ്കിലും നിർമ്മാണ കമ്പനി തന്നെ നമ്മളോട് സമ്മതിക്കുന്നുണ്ട്. സ്വാഭാവികമായും നിർമ്മാണത്തിൽ അശാസ്ത്രീയത എന്ന് പറയുന്നത് അവിടെയുള്ള സാഹചര്യം പരിഗണിക്കുന്നതിന് ഭൂമിയുടെ ഘടന പരിഗണിക്കുന്നതിന് അവിടുത്തെ പ്രകൃതി പരിഗണിക്കുന്നതിലൊക്കെ തന്നെ വലിയ വീഴ്ച അവിടുത്തെ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിനോടൊപ്പം കൺസ്ട്രക്ഷൻ കമ്പനി തന്നെ ചൂണ്ടിക്കാണിക്കുന്ന DPRലെ പിഴവടക്കം വന്നപ്പോൾ അത് വലിയ ദുരന്തത്തിൽ കലാശിച്ചു എന്നുള്ളതാണ്. വലിയ തോതിലുള്ള ഒരു പുനർനിർമ്മാണം നടക്കുകയാണെങ്കിൽ അത് ഏത് രൂപത്തിൽ തുടങ്ങേണ്ടി വരുമെന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. ഇപ്പോൾ വിള്ളൽ മാത്രമല്ല തകർന്ന താഴേക്ക് വീഴുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ വെറുതെ മണ്ണിട്ട് അതിന് മുകളിൽ സിമെന്റ് ഇട്ടാൽ പോരല്ലോ. ഇനിയും ആദ്യം മുതലേ പ്രാഥമികമായി തന്നെ പാളിച്ചകൾ പറ്റി എന്നുള്ളതുകൊണ്ട് അവിടെ എങ്ങനെ നിർമ്മാണം ഇനി രണ്ടാം ഘട്ടത്തിൽ എങ്ങനെ നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അഷ്കർ? സ്മൃതി, വിദഗ്ധർ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ ഇവിടെയുള്ള ഇത്രയും ഉയരത്തിൽ മണ്ണിട്ട് നികത്തി റോഡ് നിർമ്മിക്കുമ്പോൾ അതിന് ഒരു പിരമിഡ് ശൈലിയിലായിരിക്കണം അത് എന്നുള്ളതാണ് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതല്ല എങ്കിൽ കുത്തനെയുള്ള ശൈലിയാണെങ്കിൽ സ്വാഭാവികമായും അതിൻ്റെ അടിവേഗത്തിൽ ഇളകുകയും അതിന് സ്വാഭാവികമായും ആ ദേശീയപാത വീണ്ടും തകരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു നിശ്ചിത അളവിനനുസരിച്ച് ഉയരത്തിനനുസരിച്ച് അതിന് ലംബമായി കൂടുതൽ പ്രദേശത്തേക്ക് കൂടുതൽ ഭൂമി ഏറ്റെടുക്കേണ്ട സാഹചര്യമുണ്ട്. നിലവിൽ അവിടെ ഈ പറയുന്ന കൂരിയാട്ട് അപകടം നടന്ന സാഹചര്യത്തും ഈ സർവീസ് റോഡിന് പുറത്തേക്ക് കൂടുതൽ വീതിയിൽ ഭൂമി ഏറ്റെടുക്കുകയോ അവിടെ കൂടുതൽ അടിത്തറ ബലപ്പെടുത്തുകയോ ചെയ്തിട്ടില്ല. അത്തരത്തിൽ ലംബമായ രീതിയിലേക്കുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയല്ല ഇവിടെ നടന്നത്. സ്വാഭാവികമായും വീണ്ടും ഇവിടെ ഇതേ രൂപത്തിൽ തന്നെയാണ് വീണ്ടും ദേശീയപാത നിർമ്മിക്കണമെങ്കിൽ അത് വീണ്ടും തകരാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ദേശീയപാതയെ മാത്രമല്ല ബാധിക്കുന്നത്, 70% ആളുകളും ആശ്രയിക്കുന്ന സർവീസ് റോഡുകളെയും ബാധിക്കുന്നു. അതാണ് സ്ഥലവാസികൾ പറയുന്നത്. സർവീസ് റോഡിലേക്ക് വെള്ളം കുത്തിയൊലിച്ചു വരുന്ന സാഹചര്യം, വീടുകളിലേക്കും വെള്ളം കയറുന്ന സാഹചര്യം ഇത് പലതവണ ശ്രദ്ധയിൽപ്പെടുത്തി എന്ന അനുഭവസ്ഥർ തന്നെ പറയുകയാണ്. വലിയ ആശങ്കയിലാണ് അവിടെയുള്ളവർ. ഇനി കണ്ണൂരിലേക്ക് പോവുകയാണെങ്കിൽ കണ്ണൂർ തളിപ്പറമ്പ് കുപ്പത്ത് റോഡിൽ വിണ്ടുകീറലില്ല എങ്കിലും രൂക്ഷമായ മണ്ണിടിച്ചിലാണ് ഇവിടെയുള്ളത്. ഇതുവഴി യാത്ര ചെയ്യുന്ന ഓരോ വാഹനങ്ങളും ഏത് നിമിഷവും അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. വീടുകളിലേക്ക് കുത്തിയൊലിച്ചെത്തിയ മണ്ണും ചെളിയും നീക്കാനുള്ള നടപടി കരാർ കമ്പനി ചെയ്യുന്നുണ്ടെങ്കിലും കാലവർഷത്തിനു മുൻപ് ഇതെങ്ങനെ പരിഹരിക്കുമെന്നാണ് ചോദ്യം. DPRൽ ഉൾപ്പെടെ പോരായ്മ സമ്മതിക്കുന്നു. സംഭവിച്ച ഗുരുതര അനാസ്ഥയിൽ നിന്നും ഒളിച്ചോടാൻ ഉദ്യോഗസ്ഥർ ശ്രമിക്കുകയാണ്. അർജുൻ കല്യാട് വിവരങ്ങൾ നൽകും. അർജുൻ, കുപ്പത്ത് ഈ കൂരിയാട് ഉണ്ടായ ദിവസം തന്നെ 2ലേറെ തവണ മണ്ണ് ഇടിഞ്ഞ് താഴേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ പാളിച്ചയെക്കുറിച്ച് എന്താണ് ഇപ്പോൾ പറയുന്നത്? ഇവിടെയും കരാറുകാരുടെ കുഴപ്പമായിട്ടാണോ കാണുന്നത്? ഇപ്പോൾ ഒരു കരാർ കമ്പനിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നു. അവിടെ വലിയ പ്രതിഷേധം DYFIയുടെ നേതൃത്വത്തിലും കണ്ണൂരിൽ കണ്ടതാണ്. സ്മൃതി, തീർച്ചയായിട്ടും ആദ്യഘട്ടത്തിൽ ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനുള്ള ഒരു തത്രപ്പാടിലായിരുന്നു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും, MLAമാരും മന്ത്രിമാരും ഒക്കെ. എന്നാൽ ഇപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ് എല്ലാം തന്നെ ഈ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് നൽകുന്ന രീതിയിലുള്ള ഒരു സംസാരമാണ് പലയിടത്തും കാണാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് ഒരു ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് തന്നെ സംസാരിക്കാം. അതായത് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുപ്പത്താണ്, തളിപ്പറമ്പാണ്. കഴിഞ്ഞ ദിവസം വലിയ പ്രതിഷേധമുണ്ടായ ഒരു സ്ഥലത്ത് തന്നെയാണ്. ആ സ്ഥലത്താണ് ഇപ്പോൾ ഈ മണ്ണ് കുത്തനെ എടുത്തുകൊണ്ട് ഒരു വലിയ അപകട സാഹചര്യം ഇവിടെ നിൽക്കുന്നത്.
നിൽക്കുന്നത്. ഏത് നിമിഷവും ഈ കാണുന്ന ദൃശ്യങ്ങളിലുള്ള ഈ മണ്ണ് ഏത് നിമിഷവും ഇടിഞ്ഞ് താഴേക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ മണ്ണ് ഇടിഞ്ഞു വീഴുന്നത് മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇതിൻ്റെ അപകട സാധ്യതയാണ്. അതായത് ഇപ്പോൾ നിലവിൽ ഈ മേഖലയിലൂടെ പ്രധാനപ്പെട്ട വാഹനങ്ങളെല്ലാം സഞ്ചരിക്കുന്നത്, അതായത് പരിയാരം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ പയ്യന്നൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക്, കാസർഗോഡേക്ക് പോലുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ പറയുന്ന എൻ്റെ പുറകിൽ കാണുന്ന ഈ റോഡ് വഴിയാണ്. ഇതുവഴിയാണ് നിരന്തരം ഒരു ആയിരക്കണക്കിന് വാഹനങ്ങൾ ദിനം പ്രതി കടന്നു പോകുന്ന ഒരു പാത കൂടിയാണ്. ആ പാതയിലാണ് ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞ് ഏത് നിമിഷവും റോഡിലേക്ക് വീഴാൻ വേണ്ടി കഴിയുന്ന അല്ലെങ്കിൽ വീഴുന്ന ഒരു സാഹചര്യമുള്ളത്. അവിടെ സുരക്ഷാപരമായിട്ടുള്ള എന്ത് നടപടിയാണ്, അല്ലെങ്കിൽ ഈ കാലവർഷം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ണിടിയുമെന്നുള്ള ഒരു മുൻകരുതൽ, അല്ലെങ്കിൽ അത്തരത്തിൽ അതിനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മുൻകരുതൽ നടപടി ഇതിൻ്റെ ഭാഗമായി സ്വീകരിച്ചിട്ടുള്ളൂ എന്ന് ചോദിച്ചാൽ, ഇതുപോലുള്ള ഓരോ കോൺക്രീറ്റ് കട്ടകൾ ഓരോ സ്ഥലത്ത് കൊണ്ടുവച്ചത് മാത്രമാണ് ഈ മണ്ണിടിഞ്ഞ് റോഡിലേക്ക് വീഴാനുള്ള അപകടം ഒഴിവാക്കാനുള്ള ഒരു സുരക്ഷാ ക്രമീകരണം എന്ന് പറയുന്നത്. അതും നമുക്ക് കാണാം, ഏകദേശം ഒരു 20 മീറ്ററിനടുത്ത് ഓരോ കട്ടകൾ കൊണ്ടുവച്ചാൽ മണ്ണ് റോഡിലേക്ക് എത്താതിരിക്കുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. എന്തായാലും വലിയ ഗുരുതരമായിട്ടുള്ള അനാസ്ഥ ഇവിടെ പലയിടത്തും കാണാൻ വേണ്ടി കഴിയും. നമ്മൾ കഴിഞ്ഞ ദിവസം സ്മൃതി പറഞ്ഞതുപോലെ തന്നെ കൂരിയാട് അപകടം നടന്ന അതേ ദിവസം തന്നെ മണ്ണിടിഞ്ഞ് വലിയ പ്രതിഷേധവും അതുപോലെ തന്നെ നാട്ടുകാരുടെ വലിയ സമരവുമൊക്കെ കണ്ടത് ഈ പറയുന്ന കുപ്പത്താണ്. കുപ്പത്തുള്ള പഞ്ചായത്ത് അംഗം നമ്മളോടൊപ്പം ഇപ്പോഴുണ്ട്. എന്തായാലും നിങ്ങളുടെ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞു എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. താൽക്കാലികമായിട്ട് പരിഹാരമുണ്ടാവും. പക്ഷേ ഇപ്പോഴും ഇതിനകത്ത് സുരക്ഷാപരമായിട്ടുള്ള അല്ലെങ്കിൽ സുരക്ഷാ മുൻകരുതലുകളില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം. അതെ, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആശങ്ക ഒട്ടും ഒഴിയുന്നില്ല. മിനിഞ്ഞാന്ന് നമ്മൾ സമരപ്രക്ഷോഭങ്ങളുമായി വന്നപ്പോൾ ഒരു താൽക്കാലിക ഒരു ചർച്ച എന്ന രീതിയിൽ ഒരു തീരുമാനങ്ങൾ എടുത്തെങ്കിലും എത്രത്തോളം പ്രാവർത്തികമാകും എന്ന രീതിയിൽ നല്ല ആശങ്ക തന്നെയാണ്. കാരണം മഴയൊന്ന് കനത്ത് പെയ്തു കഴിഞ്ഞാൽ വീണ്ടും മിനിഞ്ഞാന്ന് നടന്നതിനേക്കാൾ വലിയൊരു അപകടം ഞങ്ങൾ മുമ്പിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അധികാരികളുടെ ഭാഗത്തു നിന്ന് കൂടുതൽ ഉണർവോടെയുള്ള പ്രവർത്തനം ആവശ്യമാണ്. കാരണം ഈ ഒരു ഭാഗം അവർ പറഞ്ഞത് നമ്മൾ മണ്ണ് താഴോട്ട് വരാതെ ഇവിടെ വോൾ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. പക്ഷേ 2 ദിവസമായിട്ടും ഇതിനൊരു പ്രവൃത്തിയും തുടങ്ങിയില്ല. പിന്നെ നിങ്ങൾ അഡ്രസ്സ് ചെയ്യാത്തൊരു കാര്യം, ഇതിൻ്റെ തൊട്ട് മുകളിൽ ഇപ്പോൾ 50ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് പോകാനിപ്പോൾ നിലവിൽ അവരൊരു വാഹനം പോകാനുള്ള വഴിയോ ഒന്നുമില്ല. അവരെ ഗതാഗതവും പൂർണ്ണമായി തടസ്സപ്പെട്ട് അവരും കൂടുതൽ ആശങ്കയില്ല. കാരണം ഇത് കൂടുതൽ ഇടിഞ്ഞിങ്ങ് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ആൾക്കാരുടെ കാര്യം കൂടി കൂടുതൽ പ്രയാസത്തിലാവുന്നൊരു സാഹചര്യത്തിലാണ് നമ്മുടെ നാട് മൊത്തം വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് ഈ ഒരു കാലവർഷം നോക്കിക്കാണുന്നത്. സ്മൃതി പറഞ്ഞത് തന്നെയാണ്. അതായത് ഈ കാണുന്ന മൺതിട്ടയുടെ മുകളിലൂടെ ഒരു റോഡ് പോകുന്നുണ്ട്. ആ റോഡ് പോകുന്നത് ഇതിന് ആ സ്ഥലത്ത് എന്താ പറയുക, ഇവർ താമസിക്കുന്ന 50ഓളം കപ്പണത്തട്ട് എന്ന് പറയുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഏകദേശം 40-50ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ആ പ്രദേശം ഇപ്പോൾ പൂർണ്ണമായും ഒറ്റപ്പെട്ട, അല്ലെങ്കിൽ അവർക്ക് സഞ്ചരിച്ച് പോകാൻ വേണ്ടി അവരുടെ വാഹനം ഉൾപ്പെടെ അവിടത്തേക്ക് എത്തിക്കാനുള്ള സൗകര്യമില്ല എന്നുള്ള ഒരു പരാതി കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായി നേരത്തെ അഷ്കർ ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ദേശീയപാതയുടെ ഭാഗമായി മണ്ണെടുക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ മണ്ണെടുക്കുമ്പോൾ ഇങ്ങനെ കുത്തനെ തന്നെ നിർത്തിക്കൊണ്ട്, അതായത് 90 ഡിഗ്രി എന്ന് പറയാൻ വേണ്ടി അത്രയും പാകത്തിൽ തന്നെ മണ്ണ് കുത്തനെ ഇടിച്ചു മാറ്റിക്കൊണ്ടുള്ള ഒരു വികസനമാണ്. സത്യത്തിൽ ഈ മണ്ണിങ്ങനെ കുത്തനെ എടുക്കുന്നത് കൂടി ഇതിൻ്റെ ഒരു അശാസ്ത്രീയതയാണ്. കാരണം ഏത് നിമിഷവും ഇതിന് അടിഭാഗത്ത് നിന്ന് മണ്ണ് ഇളകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പൂർണ്ണമായും തന്നെ ഇടിഞ്ഞു വിടാനുള്ള സാധ്യത. അപ്പോൾ ഈ കുത്തനെ മണ്ണെടുക്കുമ്പോൾ തന്നെ നാട്ടുകാർ പലരും പരാതി അറിയിച്ചതാണ്. അർജുൻ, പലയിടത്തും വിള്ളലുകൾ കാണാം. കുത്തനെ ചെത്തിയെടുത്തിരിക്കുന്ന മണ്ണാണ്. നാളെ മുതൽ യെല്ലോ അലേർട്ട്, എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നു. മഴ എപ്പോൾ ആദ്യത്തെ 2 മഴ കഴിഞ്ഞിട്ടേ ഉള്ളൂ. മഴ ഇനി കനക്കാൻ പോകുന്നപ്പോൾ എന്താകും ഇനിയുള്ള ദിവസങ്ങൾ എന്നുള്ള ആശങ്ക അവിടെ നിൽക്കുന്നു. അർജുൻ, പോകരുത്. ഇപ്പോൾ തളിപ്പറമ്പ് കുപ്പം പറയുമ്പോൾ തളിപ്പറമ്പ് തന്നെ മറ്റൊരു വയൽക്കിളി സമരം നമ്മൾ കണ്ടതാണല്ലോ ദേശീയപാതയുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ റോഡ് എന്തായിരിക്കുന്നു? കീഴാറ്റിലെ റോഡ് വികസിച്ചോ? സ്മൃതി, കീഴാറ്റൂരിലും ചില പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം അതൊരു വയലിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. കീഴാറ്റൂരിലെ ഒരു പ്രത്യേക സാഹചര്യം, അന്ന് ഈ വയൽ നടുവേ മുറിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നടുവേ ഇങ്ങനെ കെട്ടി ഉയർത്തിക്കൊണ്ടുള്ള വികസനം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്തരത്തിൽ ഒന്ന് സമരം അന്ന് ആദ്യഘട്ടത്തിൽ ഉയർത്തിയിരുന്നത്. അവിടെ ഒരു പാലമാണ് വേണ്ടത് എന്നുള്ളതാണ് അവിടെയുള്ള നാട്ടുകാർ പ്രധാനമായും ഉയർത്തിയിട്ടുള്ള ആവശ്യം. എന്നാൽ അന്ന് ആ സമരത്തെ രാഷ്ട്രീയപരമായി എതിർത്ത് തോൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞുവെങ്കിലും ഇപ്പോഴും അവിടെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അവിടെ
പാലം ഉണ്ടായിട്ടില്ല. അവിടെ നിലവിൽ ഇപ്പോൾ എന്തായാലും നേരത്തെ കൂരിയാട് ഉൾപ്പെടെ കണ്ട രീതിയിലുള്ള ഈ കോൺക്രീറ്റ് കട്ടകൾ ഉയർത്തി വെച്ചിട്ടുള്ള ദേശീയപാതയാണ് ഇപ്പോൾ അവിടെയുള്ളത്. അപ്പോൾ ഈ വയലിൻ്റെ ഒരു ഭാഗത്തേക്ക് വരുന്ന വെള്ളം മുഴുവനായും ഒലിച്ച് മറ്റൊരു ഭാഗത്തേക്ക് പോകാൻ, അല്ലെങ്കിൽ ആ വെള്ളത്തിന് സുഖമായി ഒഴുകുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം സൗകര്യം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം ഉൾപ്പെടെ അവിടെ ചെറിയ വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിരുന്നു. എന്നാൽ വളരെ ഉടനെ തന്നെ, അതായത് കീഴാറ്റൂരിൽ ഇനിയൊരു വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും അത് വലിയ ചർച്ചയാകുമെന്നത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ ദേശീയപാത അതോറിറ്റിയുടെയും കരാർ കമ്പനി ഉദ്യോഗസ്ഥരുമെല്ലാം ഇടപെട്ടുകൊണ്ട് അവിടെ JCB ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാൽ ഉൾപ്പെടെ ഉണ്ടാക്കി ആ വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള സൗകര്യം ഉണ്ടാക്കി. പക്ഷേ അത് ഒരു ദിവസം, അതായത് കന്നിമഴ പെയ്തപ്പോഴുള്ള ഒരു സാഹചര്യമാണ് അവിടെ കാണാൻ വേണ്ടി. കാലവർഷം തുടർച്ചയായി നിർത്താതെ ഒരു 3 ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ ഒഴുകിയെത്തുന്ന വെള്ളത്തിന് കയ്യും കണക്കും ഉണ്ടാവില്ല. സ്വാഭാവികമായും വലിയ അളവിൽ വെള്ളം അവിടത്തേക്ക് ഒഴുകിയെത്തും. അപ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇനി വരും ദിവസങ്ങളിൽ കാണാനിരിക്കുന്നതേ ഉള്ളൂ. വികസനം ആശങ്കയാവുന്ന സാഹചര്യമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മേഖലയിലൂടെയും ദേശീയപാത കടന്നു പോകുന്ന ഓരോ മേഖലയിലും എങ്ങനെയാണ് ഈ വികസനം നടപ്പാക്കിയിരിക്കുന്നത്, എത്രത്തോളം ശാസ്ത്രീയമാണ്, എത്രത്തോളം അശാസ്ത്രീയമാണ്, നമുക്ക് കണ്ടുകണ്ടങ്ങനെ പോകാം. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. കൂരിയാട് മോഡൽ കോഴിക്കോടുമുണ്ട്. പന്തീരാങ്കാവ് മാമ്പുഴ പാലത്തിന് സമീപം ദേശീയപാത ഇടിഞ്ഞു. വയൽ പ്രദേശത്ത് കോൺക്രീറ്റ് ഭിത്തി ഇടിഞ്ഞു. പൈലിംഗ് നടത്താതെ കോൺക്രീറ്റ് ചെയ്തത് അപകടത്തിന് കാരണമായിട്ടുണ്ട്. ജനുവരിയിൽ പാത ഇടിഞ്ഞതിന്റെയും കോൺക്രീറ്റ് പൊടിച്ചു നീക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ റിപ്പോർട്ടിൽ ലഭിച്ചു. ആ ദൃശ്യങ്ങൾ ആദ്യം കണ്ടുവരാം. പന്തീരാങ്കാവിൽ നിന്നും VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകുന്നത്. രഞ്ജിത്ത്, ഇപ്പോൾ യഥാർത്ഥത്തിൽ കൂരിയാടിന് മുൻപ് തന്നെ സംഭവിച്ചിരിക്കുന്നത് ഇവിടെയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ജനുവരിയിൽ സംഭവിച്ച അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ ദേശീയപാത നല്ല രൂപത്തിൽ തന്നെ ഇടിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തെങ്കിലും നടപടി ഉണ്ടായോ? സുഹൃത്തി, കൂരിയാട് ആദ്യ അനുഭവവും ആ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നടപടികൾ എന്നതല്ല. കൂരിയാടിന് മുമ്പ് തന്നെ അത്തരത്തിൽ സമാനമായി വയലുകൾ ഇടിഞ്ഞ് ആ വയലുകളിലേക്ക് ദേശീയപാത ഇടിയുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. ദേശീയപാതയിൽ രാമനാട്ടുകര വെങ്ങളം റീച്ചിൽ പന്തീരാങ്കാവ് മാമ്പുഴയോട് ചേർന്ന്, മാമ്പുഴ പാലത്തിനോട് ചേർന്നാണ് ഞാൻ നിൽക്കുന്നത്. ഈ ഭാഗത്ത് കഴിഞ്ഞ ജനുവരി 29-ാം തീയതി സമാനമായി വയലിലേക്ക്, ഇത് വയൽ പ്രദേശമാണ്, വയലിലേക്ക് ദേശീയപാത ഇടിഞ്ഞിരുന്നു. ആ ഇടിഞ്ഞ ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. ക്യാമറ അങ്ങോട്ടൊന്ന് നീക്കിയാൽ ആ ഭാഗത്ത് നോക്കൂ. ഇപ്പോൾ വയൽ ഭാഗത്ത് ധാരാളം മണ്ണ് ഇടിഞ്ഞ് നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ ജനുവരി മാസത്തിൽ മഴ പെയ്തിട്ടില്ല എന്ന് ഓർക്കണം. ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്. മഴ പെയ്യുന്നതിന് മുൻപ് തന്നെ ഈ ഭാഗത്ത് കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും ഇടിഞ്ഞ് ഒരു ഏകദേശം ഒരു 50 മീറ്ററോളം മണ്ണ് ഇടിഞ്ഞ് പൊങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് ഈ ഭാഗത്ത് മഴയാണ് അപകട കാരണമെന്നാണല്ലോ കൂരിയാടെത്തിയ NHI ഉദ്യോഗസ്ഥർ ആദ്യം പറഞ്ഞത്. മഴ പെയ്തപ്പോൾ സംഭവിച്ചു. അത് തന്നെ വിചിത്രമായ പ്രതികരണമാണ്. പക്ഷെ ഇത് മഴയ്ക്ക് മുൻപ് തന്നെ, മഴയെത്തും മുൻപേ തന്നെ തകർന്നതിന്റെ ദൃശ്യങ്ങളാണ്. കൂരിയാടിന് മുമ്പ് നടന്ന സംഭവം, കൂരിയാടിന് മുമ്പ് വയൽ പ്രദേശത്ത് ദേശീയപാത തകർന്നതിന്റെ ദൃശ്യങ്ങളാണല്ലോ ഈ കാണുന്നത്. അപ്പോൾ എന്ത് പരിഹാരം അതിനുശേഷം ഉണ്ടായി, എന്ത് തിരുത്തലുകൾ ഉണ്ടായി എന്ന ചോദ്യം കൂടി അവിടെയുണ്ട്. തീർച്ചയായിട്ടും, അതായത് കൂരിയാട് ആദ്യത്തെ അനുഭവമാവുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം ഒരു തിരുത്തൽ എന്നാണ്. ഇത് കൂരിയാടിന് മുൻപ് തന്നെ, മഴയ്ക്ക് മുമ്പ് തന്നെ ഈ വയൽ പ്രദേശത്ത് പൈലിംഗ് നടത്താതെ, അതായത് ഈ കോൺക്രീറ്റ് ചെയ്തത് നേരത്തെ ഇപ്പോൾ പൈലിംഗ് നടത്തിയിട്ടുണ്ട്. നേരത്തെ പൈലിംഗ് നടത്താതെ കോൺക്രീറ്റ് ചെയ്യുകയും ആ കോൺക്രീറ്റ് ചെയ്ത ഭാഗം പൂർണ്ണമായും വയൽ പ്രദേശത്തേക്ക് ഇടിഞ്ഞു പോവുകയും ചെയ്തു. ആ ഇടിഞ്ഞു പോയതിൻ്റെ ഒരു മണൽത്തിട്ട ഇവിടെ രൂപപ്പെട്ട് കാണാൻ സാധിക്കും. ഈ പറയുന്ന ഇരുമ്പ് കമ്പികൾക്കപ്പുറത്ത് ഒരു മണൽത്തിട്ട കാണുന്നത് നേരത്തെ ഈ ഭാഗം ഇടിഞ്ഞ് ഈ പാടത്തേക്ക് ഇടിഞ്ഞു നിൽക്കുന്നതാണ്. അപ്പോൾ ഇത് ഒരു നിർമ്മിതിയുടെ പ്രശ്നമാണ്. ഇവിടുത്തെ വയൽ പ്രദേശത്തിൻ്റെ ഇവിടുത്തെ മണ്ണിൻ്റെ ഘടന പരിശോധിക്കാതെ നിർമ്മാണം നടത്തുകയും ആ നിർമ്മാണം, ഇതേ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം ദേശീയപാത ഇടിഞ്ഞു പോകുന്ന ഒരു അനുഭവം
നമുക്ക് ജനുവരിയിൽ തന്നെ ഉണ്ടായി എങ്കിൽ ഈ മഴ പെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിക്കാൻ ഇവിടുത്തെ ദേശീയപാത അതോറിറ്റിക്ക് സാധിക്കുമല്ലോ. ഈ കരാറുകാർക്ക് മുൻകരുതൽ കൊടുക്കാൻ അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കാൻ അപ്പോഴേ സാധിക്കുമായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ഒരു മുന്നറിയിപ്പ് കരാറുകാർക്ക് NHAIയുടെ ഭാഗത്തുനിന്ന്, അതായത് ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് കൊടുത്തിട്ടില്ല. അങ്ങനെ കൊടുത്തിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ കൂരിയാട് സംഭവിച്ചതുപോലെ സംഭവിക്കില്ലായിരുന്നു. ഇത്തരം മുന്നറിയിപ്പുകൾ കൊടുക്കാൻ ഈ ഒരു വീഴ്ച, ഈ പറയുന്ന പന്തിരാങ്കാവ് മാമ്പുഴ ഭാഗത്ത് ജനുവരിയിലുണ്ടായ ഈ തകർച്ച, ഈ മണ്ണിടിച്ചിൽ അതൊരു മുന്നറിയിപ്പായി കണക്കാക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ കൂരിയാട്ട സംഭവം നമുക്ക് ഒഴിവാക്കാമായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ഭൂപ്രകൃതിയും കാലാവസ്ഥയും ഒന്നും നോക്കാതെയുള്ള, ഇത്തരത്തിൽ കേരളത്തിന്റെ പ്രത്യേക സ്വഭാവം പരിഗണിക്കാതെയുള്ള നിർമ്മാണ പ്രവൃത്തികൾ ദേശീയപാതയിൽ അങ്ങോളം ഇങ്ങോളം പ്രശ്നത്തിലാണ് എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂചന കൂടിയായി മാറുകയാണ് പന്തിരാങ്കാവ് മാമ്പുഴ ഭാഗത്തെ ഈ ഒരു കാഴ്ച. ഇതിനോട് അധികൃതരുടെ എന്തെങ്കിലും പ്രതികരണമോ മറുപടിയോ ഉണ്ടായിട്ടുണ്ടോ രഞ്ജിത്ത്? ഇതുണ്ടായ സമയത്ത് ഇത് മാധ്യമങ്ങളിൽ അന്ന് വാർത്തയായില്ല. ഇതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് അന്നത്തെ ഒരു സംഭവം നടന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഇപ്പോൾ നമ്മളെ വിളിച്ചറിയിച്ചതാണ്. ഇതുണ്ടായ സമയത്ത് ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണമോ ഒരു വിദഗ്ധ സമിതിയുടെ പഠനമോ ഒന്നും നടത്താതെ രാഖി രാമാനം കരാറുകാർ ഈ കോൺക്രീറ്റ് പൊളിച്ച് അവരുടെ തെറ്റ് മനസ്സിലാക്കി ഇവിടെ പൈലിംഗ് നടത്തി ഇവരുടെ നിർമ്മിതി നടത്തുകയായിരുന്നു. അന്ന് ഇതിനെക്കുറിച്ചൊരു പഠനം നടത്തുകയോ ഒരു വിദഗ്ധ സമിതി ഇതിനെക്കുറിച്ച് പഠിക്കുകയോ എന്തുകൊണ്ട് ഈ വയൽ പ്രദേശത്ത് ഇത്തരത്തിൽ നിർമ്മിതികൾ പാടില്ല, വയൽ പ്രദേശത്ത് നിർമ്മാണം നടത്തുമ്പോൾ കൂടുതൽ ഈ പൈലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വേണം, കേവലം കോൺക്രീറ്റ് കട്ടകൾ കൊണ്ട് നിർമ്മിച്ചാൽ പോരാ തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു പഠനം അന്ന് നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഒരു വിശദാംശവും ഇതുവരെ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. കാരണം അവരിത് ആരും അറിയാതെ, ഒരുപക്ഷെ ദേശീയപാത അതോറിറ്റിയെ പോലും അറിയിക്കാതെ കരാറുകാർ രാഖി രാമാനം ഇതിന്റെ അപാകതകൾ, വീഴ്ചകൾ മറച്ചുവെക്കാനുള്ള ശ്രമം അന്ന് നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം, ആ ദൃശ്യങ്ങളിലുണ്ട്. അന്ന് ആ സമയത്ത് തന്നെ ഇതുണ്ടായി ജനുവരി 30-ാം തീയതി തന്നെ ഇവിടെ വലിയ തോതിൽ JCB ഒക്കെ കൊണ്ടുവന്ന് ഈ കോൺക്രീറ്റ് പൊളിച്ചു മാറ്റി ഇവിടെ ഈ പുതിയത് കാണുന്ന പോലെ നിർമ്മാണ പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ നിർമ്മാണ പ്രവർത്തികൾ നടത്തിയത് ദേശീയപാത അതോറിറ്റിയെ അറിയിക്കാതെയാണ്. ഒരുപക്ഷെ കരാറുകാർ വളരെ രഹസ്യമായി ഇതിന്റെ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കണം. കരാറുകാർ ഈ വീഴ്ച പുറം ലോകം അറിയുന്നതിന് മുമ്പ് തന്നെ പരിഹരിക്കാനുള്ള ശ്രമം നടത്തി എന്നുള്ളതാണ്. ഇതൊരു പക്ഷേ അന്ന് തന്നെ വീഴ്ച മനസ്സിലാക്കുകയും ഇതിന്റെ മേൽനോട്ട ചുമതലയുള്ള ദേശീയപാത അതോറിറ്റി ഇതുപോലെ സമാനമായി വയൽ പ്രദേശമുള്ള ഭാഗങ്ങളിൽ മുൻകരുതൽ നടപടികൾ എടുക്കുകയും മുന്നറിയിപ്പുകൾ കൊടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ കൂരിയാട് ഇതേപോലെ ഒരു ദുരന്തം ആവർത്തിക്കില്ലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കുക. കൂരിയാടിന് മുൻപ് ഇത്തരത്തിൽ സംഭവിച്ചു എന്ന വിവരം ദേശീയപാത അതോറിറ്റി മറച്ചുവെച്ചു എന്നുള്ളത് കൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. സ്മൃതി, ശരി. പന്തിരാങ്കാവിൽ നിന്നാണ് തത്സമയ ദൃശ്യങ്ങൾക്കൊപ്പം VS രഞ്ജിത്ത് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ ഒരിടത്ത് മാത്രമല്ല, പലയിടത്തായി ദേശീയപാതയുടെ നിർമ്മാണത്തിൽ പിഴവുകൾ, പലയിടത്തും മണ്ണിടിച്ചിൽ, പലയിടത്തും വയലിലേക്ക് മണ്ണ് ഇട്ട് നികത്തൽ, ഇതൊക്കെ ഉയരുന്ന വിഷയങ്ങളാണ്. കുന്നിയോറ മലയിൽ ദേശീയപാതയുടെ ഒരു ഭാഗം മാത്രം ഏറ്റെടുത്ത് മണ്ണ് നീക്കം ചെയ്യാൻ അനുവദിക്കില്ല എന്ന് നാട്ടുകാർ പറയുകയാണ്. ഇന്നലെ ഇവിടെ നിന്നും മണ്ണ് നീക്കം ചെയ്യാനുള്ള നീക്കം നാട്ടുകാർ തടയുകയായിരുന്നു. പ്രദേശത്തെ പ്രതിഷേധ സമരം 16-ാം ദിവസത്തിലേക്ക് നീങ്ങുകയാണ്. AK അഭിലാഷ് അവിടെയുണ്ട്. അഭിലാഷ്, ഇന്നലെ രാത്രിയാണ് വലിയ പ്രതിഷേധം, ആളുകൾ മണ്ണ് നീക്കാനുള്ള നടപടി തടഞ്ഞുകൊണ്ടുള്ള ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ സാനിയോ നൽകിയിരുന്നത്. ഇപ്പോൾ കുന്നിയോറ മലയിൽ ആ പ്രതിഷേധ സമരം തുടങ്ങിയിട്ട് 16 ദിവസമായി. പക്ഷേ ഇപ്പോൾ ദേശീയപാതയിൽ പലയിടത്തും വിള്ളലും പ്രശ്നങ്ങളും കാണുമ്പോഴാണ് ഈ സമരത്തിലേക്ക് എല്ലാവരെയും കണ്ണു ചെന്നെത്തുന്നത്. എന്താണ് നാട്ടുകാർ പറയുന്നത്? അതെ, ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതിനെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധ സമരമല്ല. കാരണം അവരുടെ ആശങ്കകൾ പരിഹരിക്കണം. കാരണം ഏതാണ്ട് 100 മീറ്ററോളം 100 അടിയോളം ഉയരത്തിലാണ് ഇത്തരത്തിൽ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത്. അത് നെറുകുത്തനെയാണ് എടുത്തിരിക്കുന്നതാണ് ഇതിന്റെ ആശങ്കപ്പെടുന്ന കാര്യം. കാരണം ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, നെറുകുത്തനെ മണ്ണ് എടുത്തിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ട് നീക്കണം. ഈ ഭാഗത്തെ നോക്കിയാൽ കാണാം, ഇതിന്റെ അറ്റത്ത് തന്നെയാണ് മരങ്ങളുള്ളത്. ഈ മരങ്ങൾ ഏത് സമയവും കടപുഴകി റോഡിലേക്ക് വീഴാവുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് തീർത്തും അശാസ്ത്രീയമായ നിലയിൽ 100 അടിയോളം ഉയരത്തിൽ ഇങ്ങനെ മണ്ണെടുത്തിരിക്കുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നതോടുകൂടി തന്നെ ഈ ഭാഗത്തെ സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് അവിടെ തട്ടാക്കി മണ്ണെടുക്കാനുള്ള ഒരു നീക്കം ആരംഭിക്കാമെന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ ഹൈവേ നിർമ്മാണ കമ്പനിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് അവിടെ നിലം റെഡിയാക്കുന്ന ഒരു പരിപാടി അവിടെ നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ മറുഭാഗത്തേക്ക് വരികയാണെങ്കിൽ അവിടെയാണ് കൂടുതൽ ആശങ്കപ്പെടുന്ന കാര്യം. കാരണം നമുക്ക് കാണാം, ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത മഴയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഇവിടെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു.
കാരണം ഈ ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കോൺക്രീറ്റുകളൊക്കെ അടന്നു പോകുന്ന ഒരു നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇന്നലെയും മെഞ്ഞാന്നുമൊക്കെ അടർന്നിരിക്കുന്ന സ്ഥലങ്ങളാണ്. ഇത് നോക്കിയാൽ കാണാം, ഏതാണ്ട് 1/2 ഇഞ്ച് മാത്രം കട്ടിയിലാണ് ഈ കോൺക്രീറ്റ് പാളികൾ ഉള്ളതെന്നാണ്. ഇതൊക്കെ അടന്നു പോരാവുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത്. ഇത്തരത്തിൽ കണ്ടില്ലേ കേട്ടോ, ഇത്തരത്തിൽ അടർന്നു പോരാവുന്ന സ്ഥിതിയാണ്. കാരണം ഇവരെ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട് എന്നതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇവർ സമരത്തിലേക്ക് പോകുന്നത്. മറ്റൊന്ന്, ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് വീഴുകയാണല്ലോ മണ്ണ്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഇതിന്റെ പ്രശ്നം. കാരണം ഇത്രയും അശാസ്ത്രീയമായിട്ടാണ്, അത് നെറുകുത്തനെയാണ്, ഏതാണ്ട് 100 അടിയോളം ഉയരത്തിലാണ് ഇത്തരത്തിൽ മണ്ണെടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാം. കാരണം മുകൾ ഭാഗത്ത് പുറത്തേക്ക് നിൽക്കുകയാണ്, പുറത്തേക്ക് ഏതാണ്ട് 1.5 മീറ്ററോളം പുറത്തേക്ക് നിൽക്കുകയാണ്. അതായത് ഉൾഭാഗം കാർന്നെടുത്തിരിക്കുന്ന നിലയിലാണ് ഇവിടെ മണ്ണുള്ളത് എന്നുള്ളതാണ്. ഒരു മഴ പെയ്താൽ ഇവിടെ പൊട്ടി താഴോട്ട് വീഴാം. കഴിഞ്ഞ ദിവസം ഇവിടെ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ആ വിള്ളൽ ഇന്നലെ കെമിക്കൽ ഉപയോഗിച്ച് അടയ്ക്കാനുള്ള ശ്രമം നടത്തിയിരുന്നു. അതെന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, ഈ വിള്ളലിലൂടെ വെള്ളം താഴോട്ട് ഇറങ്ങിയാൽ ഇവിടെ മണ്ണ് ഊർന്ന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതായത് ദേശീയപാത കമ്പനിക്ക് തന്നെ അറിയാം, ഇത്തരത്തിൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഒന്നിച്ച് മണ്ണിടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കാരണം ഇതായി 16 ദിവസമായി ഇവർ സമരത്തിലേക്കാണ്. ഈ സമരത്തിന്റെ ഭാഗമായി അവർ ആവശ്യപ്പെടുന്ന ഒരു കാര്യം മാത്രമാണ്, ഇവരുടെ വീട് ഏറ്റെടുക്കണം, അതിനാവശ്യമായുള്ള ധനസഹായം നൽകണം, ഞങ്ങൾ മറ്റെവിടേക്കെങ്കിലും പോയി ജീവിച്ചു കൊള്ളാം, അത്തരത്തിലൊരു കാര്യം മാത്രമാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോഴും ദേശീയപാത നിർമ്മാണ കമ്പനി അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്താണ് നിങ്ങളുടെ ആവശ്യം? ഞങ്ങളുടെ ആവശ്യം പറഞ്ഞാൽ ഭീഷണിയിൽ നിൽക്കുന്ന വീടുകളെ ഏറ്റെടുക്കുക, പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു വഴി, റോഡ്. എന്താണ് ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത്? ഇവർ പറഞ്ഞത് ഇത് കഴിഞ്ഞിട്ട് തരാമെന്ന്. റോഡ് നിർമ്മാണം കഴിഞ്ഞതിന് ശേഷം തരാമെന്ന്. കളക്ടർ അത് തന്നെയാണ് പറഞ്ഞത്, ഈ പണി കഴിഞ്ഞതിന് ശേഷം നോക്കാം. കളക്ടർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ, ഈ പണി നടക്കട്ടെ, അപ്പം പക്കത്തുള്ള ആൾക്കാർക്ക് മാറി താമസിച്ചുള്ള, അതിനുശേഷം ഇത് ഇടിഞ്ഞ് വീഴുകയാണെങ്കിൽ ഞങ്ങൾ മൊത്തം ഏറ്റെടുക്കാം, അതല്ലെങ്കിൽ ഈ പരിപാടി തന്നെ നടത്താം. അതായത് വീഴുന്ന ഘട്ടത്തിൽ മാത്രമേ നടപടി ഉണ്ടാവൂ എന്നാണ് പറഞ്ഞത്, കളക്ടർ പറഞ്ഞു പോയത്. ആശങ്കപ്പെടുന്ന ഒരു കാര്യമാണ്, ജില്ലാ കളക്ടറുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഏതായാലും BJPയുടെ കോഴിക്കോട് ജില്ലാ നോർത്ത് പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നുണ്ട്. താങ്കൾ കേട്ടല്ലോ, വലിയ ആശങ്കപ്പെടുന്ന കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കുന്നിയോറമലയിലെ സാഹചര്യം അതീവ ഗുരുതരമാണ്. ഏകദേശം 19ഓളം കുടുംബങ്ങൾ ഏത് നിമിഷവും താഴേക്ക് ഇടിഞ്ഞു വീഴും എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ജീവിക്കുന്നത്. എത്രയോ കഴിഞ്ഞ മഴ സമയത്ത് തന്നെ ഇവരെ മാറ്റി താമസിപ്പിക്കാനുള്ള നീക്കങ്ങൾ കൊള്ളാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അങ്ങനെ മാറി താമസിച്ചവർക്ക് കഴിഞ്ഞ 5 മാസമായിട്ട് വീട്ടുവാടക പോലും കൊടുക്കുന്നില്ല. അവർ വീണ്ടും തിരിച്ച് ഈ വീടുകളിലേക്ക് വരാൻ നിർബന്ധിതരാവുകയാണ്. അപ്പോൾ കലക്ടർ വന്ന് സന്ദർശിച്ച സമയത്ത് പറഞ്ഞത്, മഴയത്ത് ഇത് ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ നമുക്ക് ആലോചിക്കാം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് എത്ര അശാസ്ത്രീയമാണ് ഇവിടുത്തെ നിർമ്മാണം എന്ന് നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. വളരെ എന്നാൽ ഇത് ഒരു സ്പ്രേ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇത്രയും ഉയരത്തിലുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് അടിഭാഗത്ത് തുരന്ന് മേൽഭാഗം ഇങ്ങോട്ട് ചരിഞ്ഞ് വീഴാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ഇതിൻ്റെ നിർമ്മാണ കമ്പനി കൃത്യമായും ഈ ഭൂപ്രകൃതിയെക്കുറിച്ച് പഠിച്ചിട്ടില്ല. ഇത്രയും ഉയരത്തിലുള്ള ഒരു പ്രദേശത്ത് സോയിൽ നെയിലിംഗ് എന്ന് പറയുന്നത് ഈ പ്രദേശത്തിന് യോജിച്ചതല്ല എന്നുള്ളത് വ്യക്തമാണ്. ഏതൊരാൾക്കും പ്രാഥമികമായിട്ട് വിലയിരുത്തി കഴിഞ്ഞാൽ സോയിൽ നെയിലിംഗ് ഇവിടെ പ്രോപ്പറല്ല. അത് ഈ റീച്ചിൽ, ഇപ്പോൾ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിൽ സോയിൽ നെയിലിംഗ് നടത്തിയിട്ടുള്ള മുഴുവൻ സ്ഥലത്തും അത് പരാജയമാണ്. എന്ന് പറഞ്ഞാൽ ഈ ഭൂപ്രകൃതിയിൽ സോയിൽ നെയിലിംഗ് പോസിബിൾ അല്ല. അതിന് പകരം മാർഗങ്ങൾ സ്വീകരിക്കണം. അത് ഞങ്ങൾ എത്രയോ പ്രാവശ്യമായിട്ട് ആവശ്യപ്പെടുകയാണ്. ദേശീയപാത ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് അത് തീർച്ചയായിട്ടും പരിഹരിക്കുമെന്നാണ്. പക്ഷേ ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലൊരു സംവിധാനമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ഗുരുതര സാഹചര്യം അത് ഇന്നലെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്, സുരേഷ് ഗോപിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടിയന്തരമായി നിതിൻ ഗഡ്കരിജിയുമായി സംസാരിച്ച് ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു പരിഹാരം കണ്ടെത്തുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ ഒരു നിർമ്മാണം, ഇത് വകാഡ് എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അടുത്ത കരിമ്പട്ടികയിൽപ്പെടുത്താൻ സാധ്യതയുള്ള ഒരു കമ്പനിയാണ് ഈ വകാഡ് എന്ന് പറയുന്നത്. നെല്ലപ്പോക്ക് നയമാണ് ദേശീയപാതയിലെ ഈ ഒരു റീച്ചിലുള്ളത്. അതുമാത്രമല്ല, നിർമ്മാണ മേഖലയിൽ വലിയ രീതിയിലുള്ള അശാസ്ത്രത ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വകാഡ് കമ്പനിയെ പറ്റിയും ഞങ്ങൾ കൃത്യമായി കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ അടുത്ത് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ DPR എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് അറിയില്ല. ആരോപണങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും BJP തന്നെ ഉന്നയിക്കുന്നുണ്ട്. അല്ല, DPR മാറ്റം വരുത്തിയെന്നുള്ള അറിയില്ല. പക്ഷേ ഈ റീച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വലിയ അപാകത ഉണ്ടായിട്ടുണ്ട്. നിർമ്മാണ കമ്പനിയുടെ ഭാഗത്തുനിന്ന് വലിയ ഗുരുതരമായ വീഴ്ചയുണ്ടായിട്ടുണ്ട്. ഇത് നോക്കൂ, ഒരു മഴയില്ലാത്ത സമയത്ത് പോലും അടർന്നു വീഴുകയാണ്. അപ്പോൾ ഈ മഴയെ അതിജീവിക്കാൻ ഈ പ്രദേശത്ത് സാധ്യമല്ല. 9ഓളം കുടുംബങ്ങൾ, ഇവർക്കുള്ള വഴി നഷ്ടപ്പെട്ടിരിക്കുന്നു, ഇവർക്ക് കുടിവെള്ളം വറ്റിയിരിക്കുന്നു, ഇവർക്ക് കഴിഞ്ഞ ദിവസം ഒരു മരണമുണ്ടായ സമയത്ത്
അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലും സാധിക്കാതെയാണ് അദ്ദേഹം മരിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 19ഓളം കുടുംബങ്ങൾ നരകതുല്യമായിട്ടുള്ള ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി പരിഹരിക്കണം. വകാട് കമ്പനിയെ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടും? വകാട് കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണം. കാരണം വകാട് കമ്പനിയുടെ അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണമാണ് ഈ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം. അവിടുത്തെ എഞ്ചിനീയർമാർ വന്ന് പരിശോധിക്കണ്ടേ? വകാട് കമ്പനി എന്താ ചെയ്തത്? കഴിഞ്ഞ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് ഈ വകാട് കമ്പനി ദേശീയപാതയുടെ പണി നിർത്തിക്കൊണ്ട് കുഞ്ഞോറമലയിലെ സാഹചര്യം മാത്രമാണ് ഇപ്പോൾ ഒരു കമ്പനിയുടെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രഫുൽ കൃഷ്ണ. പക്ഷേ എത്ര കമ്പനികളെ ഇങ്ങനെ കരിമ്പട്ടികയിൽ പെടുത്തേണ്ടി വരും എന്നുള്ള ചോദ്യമാണല്ലോ ഉയരുന്നത്. ഒരു കമ്പനി മാത്രമല്ല, കൂടുതൽ കരാറുകാർക്കെതിരെ നടപടിയെടുക്കേണ്ടതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് എന്നുള്ളതാണ്. മാത്രമല്ല DPR മാറ്റി എന്നൊക്കെ പറയുന്നത്, അത് പറഞ്ഞത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ്. ഇപ്പോൾ കുഞ്ഞോർമലയുടെ ആയിരിക്കില്ല, പക്ഷേ വേറെ പല പ്രദേശത്തും അങ്ങനെ സംഭവിച്ചു എന്നൊക്കെയാണ് അദ്ദേഹം ആധികാരികമായി ഇന്നലെ പ്രതികരിച്ചത്. റിപ്പോർട്ടർ ലൈവത്തോൺ ബ്രേക്കിംഗ് വാർത്തയിലേക്ക് കൂടി പോവുകയാണ്. ദേശീയപാതയിലെ വിള്ളലിൽ കൂടുതൽ കമ്പനികളെ ഡീബാർ ചെയ്യുമെന്നുള്ള വാർത്തയാണ്. മേഘ എഞ്ചിനീയറിംഗ് കമ്പനിക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ട്. വിദഗ്ധ സമിതി റിപ്പോർട്ടിന് ശേഷം തീരുമാനമുണ്ടാകും. പുനർനിർമ്മാണത്തിന്റെ ചെലവ് കമ്പനികളിൽ നിന്നും ഈടാക്കാനാണ് തീരുമാനം. ആദിൽ പാലോട് വിവരങ്ങളുമായി. അതിൽ ഇന്നലെ 2-അംഗ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്മേൽ തന്നെ ഈ ആദ്യം കണ്ടെത്തിയ കമ്പനിയെ ഡീബാർ ചെയ്യാനുള്ള തീരുമാനമെടുത്തിരുന്നു. അതോടൊപ്പം തന്നെ ആ കമ്പനി തന്നെ അവരുടെ ചെലവിൽ പുനർനിർമ്മാണം നടത്തണം എന്നുള്ളതായിരുന്നു ഉത്തരവ്. അപ്പോൾ അത് ഒരു കരാറുകാരിൽ അല്ലെങ്കിൽ ഒരു കരാർ കമ്പനിയിൽ നിൽക്കില്ല എന്നതിന്റെ വിവരങ്ങളാണോ നമുക്ക് ലഭിക്കുന്നത്? മേഘ കൺസ്ട്രക്ഷൻസ് എന്ന് പറയുന്നത് BJPയുമായി അടുത്ത ബന്ധമുള്ള കമ്പനിയാണ്. ആ നിലയ്ക്ക് നേരത്തെയും വിവാദത്തിൽപ്പെട്ടിട്ടുള്ള കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിക്കെതിരെയും നടപടിക്ക് സാധ്യതയുണ്ടോ? ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച്, സൂചനകൾ അനുസരിച്ച് കൂടുതൽ കരാർ കമ്പനികൾക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. സ്മൃതി, അതിൽ വളരെ പ്രധാനപ്പെട്ട പേരാണ് മേഘ കൺസ്ട്രക്ഷൻസ് എന്നുള്ളത്. മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എന്നാണ് അതിൻ്റെ പേര്. ആ രൂപത്തിൽ ആ കമ്പനിക്ക് കൂടി നടപടി വന്നേക്കുമെന്ന വിവരമാണ്, സൂചനയാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഇതടക്കം കൂടുതൽ കരാർ കമ്പനികൾ, പ്രത്യേകിച്ച് വടക്കൻ മലബാറിലെ പ്രധാന റീച്ചുകളൊക്കെ പൂർത്തിയാക്കിയ കരാർ കമ്പനികളിൽ പലതും ഭൂമിയുടെ ബലം പരീക്ഷിക്കുന്നതിൽ, പരിശോധിക്കുന്നതിൽ, അല്ലെങ്കിൽ നിർമ്മാണത്തിന് മുൻപ് ഭൂമി ബലപ്പെടുത്തുന്നതിൽ വീഴ്ച വരുത്തി എന്നുള്ളതാണ് കണ്ടെത്തൽ. ഇതിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്കടക്കം നടപടി വരുമെന്ന സൂചനകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം KNR കൺസ്ട്രക്ഷൻസ് എന്ന കമ്പനിയെ ഡീബാർ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം നൽകിയിരുന്നു. ഇതിനൊപ്പം ഇതിനെ കൺസൾട്ടന്റ് ആയി പ്രവർത്തിക്കുന്ന ഹൈവേ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസി എന്ന കമ്പനിക്കെതിരെയും വിലക്കേർപ്പെടുത്തിയിരുന്നു. സമാനമായി കൂടുതൽ കമ്പനികൾക്കെതിരെ നടപടി വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കേന്ദ്ര ഗതാഗത മന്ത്രാലയം BJPക്ക് ഏറ്റവും കൂടുതൽ ഇലക്ട്രൽ ബോണ്ട് നൽകിയ കമ്പനി എന്ന നിലയ്ക്കാണ് മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയെ നേരത്തെ നമ്മൾ പറഞ്ഞു കേട്ടിരുന്നത്. അവരുടെ ഉപകമ്പനികളായിരിക്കാം ഇവിടെ പലപ്പോഴും കരാർ ഏറ്റെടുത്തത്. ഇപ്പോൾ കണ്ണൂരിലൊക്കെ വലിയ പ്രതിഷേധം മേഘ കൺസ്ട്രക്ഷൻസിന്റെ ഓഫീസിന് നേർക്ക് DYFI നടത്തുകയുണ്ടായി. അപ്പോൾ ആ കമ്പനിയെ കൂടി കരിമ്പട്ടികയിൽ പെടുത്താനുള്ള സാധ്യത നമ്മൾ എത്രത്തോളം കാണുന്നു? അതിന്റെ സാധ്യതകളുണ്ട് എന്നതാണ് ഗതാഗത മന്ത്രാലയം അറിയിക്കുന്നത്. അപ്പോഴും സ്മൃതി പറഞ്ഞത് വളരെ പ്രധാനമാണ്. 500 കോടിയിലധികം രൂപയുടെ ഇലക്ടറൽ ബോണ്ടാണ്, BJPയുടെ ഇലക്ടറൽ ബോണ്ടുകളാണ് ഈ പറയുന്ന വിവാദത്തിൽപ്പെട്ടിട്ടുള്ള മേഘ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് എഞ്ചിനീയറിംഗ് എന്ന കമ്പനി വാങ്ങിക്കൂട്ടിയിട്ടുള്ളത്. ആകെ എടുത്താൽ ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ ആകെ പട്ടിക എടുത്താൽ 2-ാം സ്ഥാനത്ത് മേഘ ഉണ്ട് എന്നുള്ളതാണ്. ഈ രൂപത്തിൽ ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ കമ്പനി പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഒരുപാടധികം സൗഹൃദപരമായി ഇടപെടുന്ന ഒരു സംവിധാനമാണ്, കമ്പനിയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അങ്ങനെയുള്ള കമ്പനി കൂടി വീഴ്ച വരുത്തിയിട്ടുണ്ട്. ഇത് സാമ്പത്തിക ലാഭം ഉദ്ദേശിച്ച് തന്നെയാണ് വീഴ്ച വരുത്തിയത് എന്ന ഒരു വിലയിരുത്തലാണ് കേന്ദ്ര ഗതാഗത മന്ത്രാലയം ഉള്ളത്. ഒരിടത്ത് മാത്രമല്ല, വടക്കൻ മലബാറിന്റെ പല റീച്ചുകളിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഇത് മേൽനോട്ടത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി നടപടി വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഈ സമിതി, IITയിലെ വിരമിച്ചൊരു പ്രൊഫസർ അധ്യക്ഷനായിട്ടുള്ള സമിതി പ്രാഥമിക വിവരങ്ങൾ കേന്ദ്ര സർക്കാരിന് കൈമാറിയിരുന്നു, ഗതാഗത മന്ത്രാലയത്തിന് കൈമാറിയിരുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായും നൽകണം എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. പരമാവധി വിവരം നൽകണം എന്നുള്ളതാണ് നിർദ്ദേശം. ആ റിപ്പോർട്ട് കിട്ടുന്ന മുറയ്ക്ക് കൂടുതൽ കമ്പനികളെ ഡീബാർ ചെയ്യുന്ന നടപടിയിലേക്ക് പോകുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു.
ഇതിനിടയിൽ പ്രവർത്തിച്ചിട്ടുള്ള കമ്പനികളെയും വിലക്കേർപ്പെടുത്തിയേക്കും. ഇതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തണം എന്ന നിർദ്ദേശം കൂടി നൽകുമെന്ന് മനസ്സിലാകുന്നു. ഒപ്പം ഈ റോഡുകൾ പുനർനിർമ്മിക്കുമ്പോൾ ഇനി അത് പാലമാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിലുള്ള നിർമ്മാണങ്ങളാണെങ്കിൽ അതൊക്കെ ഈ കമ്പനികളുടെ ചെലവിൽ തന്നെ ചെയ്തു തീർക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം KNRനെ ഡീബാർ ചെയ്യുമ്പോൾ തന്നെ ആ ഭാഗം കൂരിയാട് ഭാഗത്തെ റോഡ് പുനർനിർമ്മിക്കുമ്പോൾ അതിൻ്റെ മുഴുവൻ ചെലവ് അത് KNR തന്നെ എടുക്കണം എന്നത് വാർത്താക്കുറിപ്പിൽ മാധ്യമങ്ങൾക്ക് നൽകിയ കുറിപ്പിൽ തന്നെ വ്യക്തമായി തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം അറിയിച്ചിരുന്നു. മറ്റൊരാശങ്ക ഈ റോഡ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാകുമോ എന്നതിലാണ്. അതുകൂടി അടിയന്തരമായി പരിശോധിച്ച് പകരം ക്രമീകരണം അതിനനുസൃതമായി സമയാനുസൃതം പൂർത്തീകരിക്കാനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തുമെന്നുകൂടി കേന്ദ്രം അറിയിക്കുകയാണ്. കേരളത്തിലെ ദേശീയപാത നിർമ്മാണത്തിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തൽ ഇപ്പോൾ കേന്ദ്രത്തിനുണ്ട്. അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനും വിശദമായി പഠിക്കാനുമാണ് ഒരു സമിതിയെ തന്നെ ഇതിനായി പ്രത്യേകം നിയോഗിച്ചിട്ടുമുള്ളത്. സ്മൃതി, ആദിൽ പാലോടാണ് വളരെ പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. നമുക്ക് ലൈവത്തോൺ തുടരാം ഇടവേളയ്ക്ക് ശേഷം. ചാവക്കാട് മണത്തലയിൽ നിർമ്മാണത്തിലിരുന്ന ദേശീയപാത വിണ്ടുകീറിയ സംഭവത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ഇന്ന് അടിയന്തര യോഗമുണ്ട്. ജില്ലാ കളക്ടർ നിയോഗിച്ച വിദഗ്ധ സമിതി കഴിഞ്ഞ ദിവസം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു. സോയിൽ ടെസ്റ്റിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങളുമായുള്ളത്. ജേസൺ, ഈ കുരിയാട് സമയത്ത് തന്നെ തൃശ്ശൂരിലും പ്രശ്നം കണ്ടെത്തിയതാണ്. എന്താണ് ഇപ്പോൾ കളക്ടറുടെ യോഗം എത്ര മണിക്കാണ്? സ്മൃതി, അല്പസമയത്തിനകം തന്നെ കളക്ടർ യോഗം ആരംഭിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാവക്കാട് മണത്തലയിലാണ്. ഈ സംഭവം ഉണ്ടായ, അതായത് വിള്ളലുണ്ടായ സ്ഥലത്താണ്. ഇപ്പോൾ വിള്ളലിൻ്റെ യാതൊരു പാടുകളും നമുക്ക് ഈ പ്രദേശത്ത് കാണാനാകില്ല. മണ്ണും അതുപോലെ തന്നെ ടാറുമൊക്കെ ഇട്ട് ഇവർ അത് പാച്ച് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ ഇതൊരു ശാശ്വതമായ പരിഹാരമായിട്ട് കാണാനാകില്ല. നമുക്ക് ഈ പ്രദേശത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഏകദേശം 15 അടി താഴ്ചയിലൂടെ വാഹനങ്ങൾ കടന്നു പോകുന്ന സർവീസ് റോഡുണ്ട്. ആ സർവീസ് റോഡിലേക്കാണ് ഇവിടെ ഒരു വിള്ളലോ അല്ലെങ്കിൽ ഇവിടെ ഇത് തകരുന്ന സാഹചര്യം ഉണ്ടായാൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് വീഴുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അടിയന്തരമായ നടപടിയിലേക്ക് ജില്ലാ ഭരണകൂടം പോയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സിറ്റി പോലീസ് കമ്മീഷണറും അതുപോലെ തന്നെ വിദഗ്ധ സമിതിയും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇവിടെ താൽക്കാലികമായി ഒരു പാച്ച് വർക്ക് നടത്തിയ ശേഷം അപ്പുറത്ത് ദേശീയപാതയുടെ പണി സ്വാഭാവികമായ രീതിയിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഇതിനകത്ത് സുരക്ഷിതമാണോ അല്ലെങ്കിൽ ഇതിന് ശാസ്ത്രീയമാണോ എന്നടക്കമുള്ള യാതൊരു പരിശോധനയും നിലവിൽ നടത്തുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. സോയിൽ ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമേ അത്തരത്തിലൊരു നടപടിയിലേക്ക് ഇപ്പോൾ പോകുക എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. ജില്ലാ കളക്ടർ ഇന്ന് ചേരുന്ന അടിയന്തര യോഗത്തിൽ എന്ത് തുടർ നടപടികൾ ഇനി സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും നിലവിൽ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ്. താൽക്കാലികമായി ടാറും അതുപോലെ തന്നെ പൊടിയുമൊക്കെ ഇട്ട് ഒരു പാച്ച് വർക്ക് നടത്തിയെങ്കിൽ പോലും അത് ഇനി മഴ കനക്കുന്നതോടുകൂടി അത് നിലനിൽക്കുമെന്ന ആശങ്ക ഇവിടെ പൊതുപ്രവർത്തകരും ഇവിടുത്തെ പൊതുസമൂഹം ഉന്നയിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ സുരക്ഷാ നടപടികളിലേക്ക് പോലീസും കടന്നു കഴിഞ്ഞു. ഈ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറന്നാൽ താഴെ സ്കൂൾ വാഹനങ്ങൾ ഏത് വഴിയിലൂടെ കടന്നു പോകണമെന്നടക്കമുള്ള റൂട്ട് മാപ്പ് ഉൾപ്പെടെ ഇതിനകം തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. അത്രയേറെ ആശങ്കയുണ്ട് എന്ന് വ്യക്തമാക്കുന്ന നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടന്നിരിക്കുന്നു. നടപടികൾ തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിന്റെ റിപ്പോർട്ടൊക്കെ എപ്പോൾ ലഭിക്കും? ഇന്നലെയാണ് സോയിൽ ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം വന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ മണ്ണ് എടുക്കുന്ന നടപടിയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ മണ്ണ് എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഭാഗം, അതായത് വിണ്ടുകീറിയ ഭാഗത്ത് കുത്തിപ്പൊളിച്ച ശേഷം അവിടെ നിന്ന് മണ്ണെടുത്ത് ആ മണ്ണ് പരിശോധനയിലേക്ക് കൊണ്ടുപോകണമെന്നതാണ് പ്രധാനമായും ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിൽ വിദഗ്ധ സമിതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ആ വിദഗ്ധ സമിതിയുടെ നിർദ്ദേശം പൂർണ്ണരൂപത്തിൽ ഇതുവരെ നടപ്പായിട്ടില്ല. മണ്ണ് പരിശോധിച്ചാൽ എത്രമാത്രം കനത്ത മഴയിൽ ഈ മണ്ണ് നിലനിൽക്കും, അതായത് ഉറച്ചു നിൽക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമാകും. വിണ്ടുകീറലുണ്ടായെടുത്ത് തൽക്കാലം ടാറിട്ട് അത് പരിഹരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ ഒരു കുഴപ്പവും കാണാനില്ല. പക്ഷേ മഴ പെയ്ത് കഴിയുമ്പോൾ എന്താണ് സാഹചര്യം എന്ന് പറയാനാവില്ല. ഏതായാലും സോയിൽ ടെസ്റ്റിനുള്ള നടപടി ആരംഭിച്ചിരിക്കുന്നു. ജില്ലാ കളക്ടർ വിളിച്ച യോഗം അല്പസമയത്തിനകം ചേരുമെന്നാണ് ജേസൺ റിപ്പോർട്ട് ചെയ്യുന്നത്. 50 ആൾ പൊക്കത്തിൽ മണ്ണെടുത്താണ് കണ്ണൂർ തളിപ്പറമ്പ് പട്ടുവത്തിന് സമീപത്തെ ദേശീയപാത നിർമ്മാണം. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് ഓവർബ്രിഡ്ജ് നിർമ്മാണത്തിനുള്ള ഫില്ലർ തകർന്നിരുന്നു. ഇവിടെ നിർമ്മാണ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് പോലും ഇവിടെ സുരക്ഷിതത്വമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മോഹൻ ചിത്രീകരിച്ച പട്ടുവത്തെ ദേശീയപാത നിർമ്മാണത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ അതിന്റെ ഭീകരത വ്യക്തമാക്കുന്നതാണ്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്കാണ്.
കൂരിയാട് വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ തളിപ്പറമ്പ് തന്നെയാണ് കുപ്പം, തളിപ്പറമ്പ് തന്നെയാണ് പട്ടുവം. അപ്പോൾ തളിപ്പറമ്പിലുള്ള ദേശീയപാതയുടെ ആ സ്ട്രെച്ച് മൊത്തം തന്നെ പ്രശ്നത്തിലാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും സ്മൃതി, ഈ മേഖലയിൽ പലയിടത്തും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. എന്തായാലും വലിയ ഭീകരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുക. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. അതായത് നമ്മളിപ്പോൾ നിൽക്കുന്നത് പട്ടുവത്തേക്കുള്ള പട്ടുവം എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സ്ഥലത്താണ്. ഇതുവഴിയാണ് ദേശീയപാത കടന്നു പോവേണ്ടത്. ഈ കടന്നു പോവേണ്ടുന്ന ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും വലിയ, അതായത് ഒരു 50 ആൾ പൊക്കത്തിലെങ്കിലും മണ്ണെടുത്തുകൊണ്ടാണ് ഇവിടെ ദേശീയപാതയുടെ പണി നടക്കുന്നത്. ഇവിടെ ഈ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ വേണ്ടി കഴിയും. അതായത് നേരത്തെ ഇവിടെ നിന്ന് പോകാൻ, പട്ടുവത്ത് നിന്നും തളിപ്പറമ്പിലേക്ക് പോകാനുള്ള ഒരു റോഡ് നിർമ്മിക്കേണ്ടതുണ്ട്, ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കേണ്ടതുണ്ട്. ആ ഓവർ ബ്രിഡ്ജ് നിർമ്മിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള അതിൻ്റെ കോൺക്രീറ്റ് ഈ ഗഡറുകൾ, അതായത് പില്ലറുകൾ ഈ മണ്ണിടിഞ്ഞു വീണ് തകർന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ വേണ്ടി കഴിയും. നമ്മൾ നോക്കി നിൽക്കുമ്പോൾ പോലും പലയിടങ്ങളിൽ നിന്നും ചെറിയ രീതിയിലാണെങ്കിൽ കൂടി മണ്ണിടിഞ്ഞ് താഴേക്ക് പതിക്കുകയാണ്. അത്തരത്തിൽ ഇത് ഓരോ നിമിഷവും അനുദിനം ഇതിങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് ചെറിയ രീതിയിൽ ഇടിഞ്ഞിടിഞ്ഞ് താഴേക്ക് വീടുകൊണ്ടിരിക്കുകയാണ്. മുകളിലൂടെ, അതായത് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം, മുകളിലൂടെ വാഹനങ്ങൾ ഉൾപ്പെടെ കടന്നു പോകുന്ന ഒരു വഴി കൂടിയാണ്. ഇതിൻ്റെ 2 ഭാഗത്തും മണ്ണെടുത്ത് മാറ്റിയിരിക്കുകയാണ്. ഏത് നിമിഷം വേണമെങ്കിലും ഒരു വലിയ അപകടമാണ് ഇവിടെ കാണാൻ വേണ്ടി കഴിയുന്നത്. ഇതിന് നേരെ എതിർവശത്തായി, നമ്മളിപ്പോൾ നിൽക്കുന്നതിന് നേരെ എതിർവശത്തായി അവിടെ ഒരു വീട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വീട്ടിലുള്ള താമസക്കാരനായിട്ടുള്ള ശ്രീധരേട്ടൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീധരേട്ടൻ, എന്താണ് നിങ്ങളുടെ വീടിൻ്റെ അവസ്ഥ? എന്താണ് ഇപ്പോൾ, എന്താണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ? എന്താണ്? ഞങ്ങളിപ്പോൾ മാറി താമസിക്കുക 2 മാസമായിട്ട്. അവർ വാടക വരുന്നുണ്ട്. അപ്പോൾ ഇനിയും മാറി താമസിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഏത് സമയത്ത് ഇടിഞ്ഞു പോകുന്ന തന്നെ അവർക്കും ഒരു ധാരണയുണ്ട്. സത്യം പറഞ്ഞാൽ വലിയ ഭീഷണിയാണല്ലോ നിങ്ങൾക്ക്. ഭീഷണിയാണ് ഇതിപ്പം. ഇത് വീട് ഇടിഞ്ഞ് വീണ് കഴിഞ്ഞാൽ ആരായാലും ഉത്തരവാദി, ആരായാലും സർക്കാർ ഏറ്റെടുക്കുമോ അല്ല കമ്പനി തരുമോ ഒന്നും ഞങ്ങൾക്കറിയില്ല. ഒരു എഗ്രിമെൻ്റ് പേപ്പർ ഒന്നുമില്ല. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിച്ചിരുന്നോ ഈ കരാർ കമ്പനിക്കാരായിട്ട് എഞ്ചിനീയർമാരായിട്ട് സംസാരിക്കും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. അവരെ മെയിൻ ആരുമായിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല, അവരായിട്ട് ആരും കണ്ടിട്ടുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താമസിക്കാനുള്ള, അല്ലെങ്കിൽ അങ്ങനെ മഴ മാറിക്കഴിഞ്ഞാലും അവിടെ താമസിക്കാൻ ഒട്ടും കഴിയാത്തൊരു സാഹചര്യം ഇതന്നെ. ഏത് സമയത്തും ഇടിഞ്ഞു പോകുന്നില്ല, ഭീഷണിയാണ്. അത് ഏത് സമയത്തും പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കണ്ടാൽ മനസ്സിലാവും. അതായത് അവിടെയുള്ള ഒരു ഭാഗത്തെ കോൺക്രീറ്റ് കൊണ്ട് ഇവിടെ ആ മണ്ണ് താഴേക്ക് ഒലിച്ചു വരാനുള്ള ഒരു സംവിധാനമൊക്കെ തയ്യാറാക്കിയിരുന്നു. കോൺക്രീറ്റ് മിശ്രിതം ഈ മണ്ണിന് മുകളിൽ തേച്ചുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ളൊരു ക്രമീകരണം തയ്യാറാക്കിയിരുന്നു. പക്ഷേ അതുൾപ്പെടെ തകർന്ന് താഴേക്ക് വീണിരിക്കുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഈ ഭാഗത്തുള്ള മണ്ണിൻ്റെ ഒരു പ്രത്യേകത കൂടി വളരെ എടുത്തു പറയേണ്ടതാണ്. അതായത് ചേടി മണ്ണാണ്, വളരെ എളുപ്പത്തിൽ പൊടിഞ്ഞു പോകുന്ന മണ്ണാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ളൊരു മഴ പെയ്താൽ പോലും ഈ മണ്ണ് കുതിർന്ന് വലിയ രീതിയിൽ കുത്തനെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം കാണാൻ വേണ്ടി കഴിയും. നമ്മളിപ്പോൾ കണ്ട ആ ശ്രീധരേട്ടൻ്റെ വീട്ടിൽ ഒട്ടും താമസയോഗ്യമല്ലാത്ത അവസ്ഥയാണ്. ആ കുന്നിനോട് ചേർന്ന് തന്നെയാണ്, അതായത് ഇടിച്ച ആ മൺഭിത്തിയോട് ചേർന്നാണ് ആ വീടുള്ളത്. ആ വീടിൻ്റെ കാര്യത്തിലും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സംസാരവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവിടങ്ങളിൽ നിന്ന് കടന്നു പോകുന്ന വാഹനങ്ങൾക്കും വലിയ ഭീഷണിയാണ്. കാരണം ഓരോ വാഹനങ്ങൾ കടന്നു പോകുമ്പോഴും അവരൊക്കെ ജീവൻ കയ്യിൽ പിടിച്ചാണ് മറുകരയിലേക്ക് എത്തുന്നതെന്ന് പറയാൻ വേണ്ടി കഴിയും. സ്മൃതി, അതായത് നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരുപാട് വാഹനങ്ങൾ പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ വാഹനങ്ങളുടെ 2 വശത്തും, അതായത് ആ വാഹനങ്ങൾ പോകുന്ന വഴി മാത്രമാണ് ഇപ്പോൾ ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നത്. അതിൻ്റെ 2 വശത്തും മണ്ണെടുത്ത് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് എന്താണ് സുരക്ഷ എന്നുള്ളതാണ് ഇവിടെയുള്ള പ്രദേശവാസികളും അതുപോലെ തന്നെ നാട്ടുകാരും ഇതുവഴി പോകുന്ന യാത്രക്കാരും ഒക്കെ ചോദിക്കുന്നത്. അതിന് പുറമെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ഈ ദൃശ്യങ്ങൾ നമുക്ക് ഈ കാണുന്ന കോൺക്രീറ്റ് മിശ്രിതം ഈ മണ്ണിന് മുകളിൽ തേച്ച് പിടിപ്പിക്കുന്ന കാണാൻ വേണ്ടി കഴിയും. ആ കോൺക്രീറ്റ് മിശ്രിതം എത്രമാത്രം കനം കുറഞ്ഞ രീതിയിൽ, അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായും മണ്ണൊലിപ്പ് തടയാൻ വേണ്ടി ഒരു അല്പം കനത്തിൽ, അതായത് ഒരു 2 അടിയോ 3 അടിയോ കനത്തിലെങ്കിലും ഈ കോൺക്രീറ്റ് അതേപോലെ പിടിപ്പിക്കേണ്ടതാണ്. അവിടെ ഈ കമ്പി ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ക്രമീകരണം ചെയ്യേണ്ടത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സംവിധാനം ഇവിടെ കാണാൻ വേണ്ടി കഴിയില്ല. ഇതിന് താഴെ ഭാഗത്തുള്ള മുഴുവൻ കോൺക്രീറ്റും ഇത്തരത്തിൽ മണ്ണിനോട് ചേർത്ത് തേച്ച് പിടിപ്പിച്ചിട്ടുള്ള കോൺക്രീറ്റ് മുഴുവനായി ഒഴുകിപ്പോയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒട്ടും ബലമില്ലാത്ത മണ്ണിന് മുകളിലേക്ക് കോൺക്രീറ്റ് മിശ്രിതം തേച്ച് പിടിപ്പിക്കുകയാണല്ലേ? അതെ, അതായത് ഈ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ചേടി മണ്ണ് എന്നുള്ളതാണ് ഇവിടെയുള്ള നാട്ടുകാർ പറയുന്നത്. ആ ചേടി മണ്ണിന് മുകളിലാണ് ഈ കോൺക്രീറ്റ് മിശ്രിതം
തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. അതും വളരെ കനം നേരിയ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാകാം. ഒരു 1-2 ഇഞ്ച് കനത്തിലാണ് ഈ പറയുന്ന കോൺക്രീറ്റ് മിശ്രിതം ഈ മണ്ണിന് മുകളിൽ തേച്ച് പിടിപ്പിച്ചിരിക്കുന്നത്. ആ കോൺക്രീറ്റ് 2 ഇഞ്ച് കനത്തിൽ തേച്ച് പിടിപ്പിച്ചിട്ടുള്ള കോൺക്രീറ്റ് മിശ്രിതത്തിൻ്റെ ബലത്തിലാണ് ഇവിടെയുള്ള വാഹനങ്ങൾ ഓരോന്നും കടന്നു പോകുന്നത്. ജീവൻ അത്രമാത്രം അപകട ഭീഷണി ഇവിടെയുണ്ട്. അതായത് നമുക്ക് ഇതിലൂടെ നടന്നു പോകുമ്പോൾ തന്നെ അല്ലെ അർജുൻ, ഇവിടെ തയ്യാറാക്കിയിട്ടുള്ള ഈ ഭാഗത്തുകൂടെ നടന്നു പോകുമ്പോൾ തന്നെ ഈ അനാസ്ഥ വ്യക്തമാകും. ഒന്ന് കണ്ടാൽ തന്നെ അറിയാം, അയ്യോ ഇത് ഇങ്ങനെയാണോ വേണ്ടത്, ഇവിടെ ഒരു അപകടമില്ലേ എന്ന് കണ്ടാൽ മനസ്സിലാകും. അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും സ്മൃതി, അതായത് വലിയ അപകട സാധ്യത തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് എന്താണ് മന്ത്രി മുഹമ്മദ് റിയാസ് ഈ സൈറ്റ് വിസിറ്റിനെ കുറിച്ച് പറഞ്ഞത് എന്നൊരു ചോദ്യം കൂടി അതിൽ ഉയരുകയാണ്. കാരണം എല്ലാ പ്രദേശത്തും അദ്ദേഹം സഞ്ചരിച്ച് അവിടെ ചർച്ചകൾ നടത്തുന്നു, എല്ലാവരിൽ നിന്നും അഭിപ്രായം തേടുന്നു, കാര്യങ്ങൾ ക്രോഡീകരിക്കുന്നു എന്നാണല്ലോ അദ്ദേഹം പറഞ്ഞിരുന്നത്. പക്ഷേ ഒറ്റ കാഴ്ചയിൽ തന്നെ തിരിച്ചറിയുന്ന അനാസ്ഥയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് ചേടിമണ്ണ് എന്ന് പറയുന്ന ദുർബലമായ മണ്ണിന് മുകളിലേക്ക് ഈ കോൺക്രീറ്റ് പാകുന്നത് എങ്ങനെയെന്ന് വളരെ വ്യക്തമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും. കണ്ണൂരിൽ നിന്നും പട്ടുവത്തുന്നുള്ള കാഴ്ചയാണ്. കണ്ണൂരിൽ തന്നെ ഇപ്പോൾ 3 ഇടങ്ങളിലായുള്ള അനാസ്ഥയുടെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. കുപ്പത്തെ മണ്ണിടിച്ചിൽ, തളിപ്പറമ്പിലെ കുപ്പത്തിൽ നിന്നും പട്ടുവത്തേക്ക് വരുമ്പോൾ അവിടെയും അനാസ്ഥയുടെ ദൃശ്യങ്ങളാണ്. അർജുൻ പറയുന്ന അനുസരിച്ചാണെങ്കിൽ അവിടെ 50 ആളടി പൊക്കത്തിൽ ആണ് മണ്ണ് ചെത്തിയെടുത്തിരിക്കുന്നത്, കുത്തനെ ചെത്തിയെടുത്തിരിക്കുകയാണ്. ഏത് അപകടത്തിനും സാധ്യതയുള്ള ഒരു സാഹചര്യം. അവിടെ ഇപ്പോൾ മഴ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. നമുക്ക് ലൈവത്തോൺ നമുക്ക് തുടരാം. കഴിഞ്ഞ മഴക്കാലത്ത് കോഴിക്കോട് വടകര മുക്കാളിയിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് 6 മണിക്കൂർ നേരം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു. അപകട ഭീഷണിയിലായ കുടുംബത്തെ വാടക വീട്ടിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. സംരക്ഷണ ഭിത്തി നിർമ്മിക്കാമെന്ന ദേശീയപാത അതോറിറ്റി ഉറപ്പു നൽകി പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്തു. 1 വർഷത്തിനപ്പുറം വീണ്ടും മഴക്കാലം എത്തുമ്പോൾ എന്താണ് മുക്കാളിയിലെ കാഴ്ച? മുക്കാളിയിൽ നിന്നും സിനോജ് തോമസ് ചേരുകയാണ്. സിനോജ്, വാക്കു പാലിക്കപ്പെട്ടോ? ആ മാറ്റി താമസിപ്പിക്കപ്പെട്ട കുടുംബത്തിന് എന്ത് സഹായം ചെയ്തു? സ്മൃതി, ശിരൂരിലെ അപകടത്തിന് പിന്നാലെ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ദേശീയപാതയിലെ മണ്ണിടിച്ചിലാണ് ഈ മുക്കാളിൽ നടന്നത്. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ജൂലൈ മാസം 1-ാം തീയതി രാവിലെ 8 മണിക്കാണ് ഈ കാണുന്ന 20 മീറ്റർ ഉയരത്തിൽ നിന്ന് മല ഇടിഞ്ഞു വീണത്. പക്ഷേ ആ മല ഇടിഞ്ഞു വീണു അതേ അവസ്ഥയിൽ തന്നെ കിടക്കുകയാണ്. ഒരു തരി മണ്ണ് പോലും ഇവിടെ നിന്ന് എടുത്തു നീക്കാൻ ദേശീയപാത അതോറിറ്റിയോ ഇത് കരാർ ഏറ്റെടുത്ത അദാനി കമ്പനിയോ അദാനി ഉപകരാർ നൽകിയ വാഗാഡ് കമ്പനിയോ തയ്യാറായിട്ടില്ല. ഈ മൺകൂനയുടെ മുകളിൽ പുല്ല് മുളച്ചതും ചെടി വളർന്നതും കാട് വളർന്നതുമല്ലാതെ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ഈ 2 മൺകൂനകൾക്കിടയിലൂടെയാണ് ദേശീയപാതയിലൂടെ കണ്ണൂരിലേക്കും കോഴിക്കോടേക്കും വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഒരു വർഷം അല്ലേ സ്മൃതി? തീർച്ചയായിട്ടും അന്ന് വലിയ പ്രതിഷേധങ്ങളുണ്ടായിരുന്നു. നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. അന്ന് ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ ഇവിടെ എത്തി പറഞ്ഞത് ഈ കുന്ന് സംരക്ഷണ ഭിത്തി കെട്ടി സംരക്ഷിക്കുമെന്ന് പറയുന്നു. അന്ന് ചെയ്ത സോയിൽ നെയിലിംഗ് എന്ന് പറയുന്ന ഈ കോൺക്രീറ്റ് ആഭരണം പൊളിഞ്ഞാണ് ഇത് താഴോട്ട് വീണത്. ഇത് പൊളിച്ചു മാറ്റി സംരക്ഷണ ഭിത്തി കെട്ടുമെന്ന് പറഞ്ഞു. ഇതുവരെ ചെയ്തിട്ടില്ല. ഇതിനു മുൻപ് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഏറ്റവും ഒടുവിൽ യോഗം നടന്നത്. ഇതിന് തൊട്ട് മുകളിലുള്ള വീട്ടിലെ താമസക്കാരെ അന്ന് വാടക നൽകി മാറ്റിപ്പാർപ്പിച്ചിരുന്നു. ആ വീട്ടിൽ താമസിക്കുന്ന ആളാണ് ലിജിൻ എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ വീടാണ് ഏറ്റവും അപകടത്തിലുള്ളത്. വീടിന്റെ മുറ്റം ഉൾപ്പെടെ പൊളിഞ്ഞ് റോഡിലേക്ക് വീണിരുന്നു. എത്ര മാസമാണ് നിങ്ങൾ വാടക വീട്ടിൽ താമസിച്ചത്? ആക്ച്വലി ആ അപകടം സംഭവിച്ച സമയത്ത് അവർ താൽക്കാലിക ഞങ്ങളുടെ വീട് മാറ്റി അഡ്വാൻസ് വന്നിട്ട് വീട്ടിലോട്ട് മാറ്റി. പിന്നെ 2-ാമത്തെ മാസം വാടക ചോദിച്ചപ്പോൾ അയക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു. പിന്നെ അവർ ഫോൺ എടുത്തില്ല. പിന്നെ അപ്പം ആ അഡ്വാൻസിൽ തന്നെ ഞങ്ങൾ 2 മാസത്തോളം നിന്നു. എന്നിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ തന്നെയാണ് വന്ന് നിൽക്കുന്നത്. അതായത് ഈ ഇടിഞ്ഞ് വീഴാറായ കുന്നിന്റെ മുകളിലെ വീട്ടിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്? അതെ, ഇവിടെ തന്നെയാണ് ഇപ്പോഴുള്ളത്. കാരണം നമുക്ക് വേറെ എവിടെയും പോയി നിൽക്കാനുള്ള ഒരു ഇതില്ല. പിന്നെ അതുകൊണ്ട് ഇവിടെ തന്നെ നിൽക്കുകയാണ് ഇപ്പോഴും. വാടകയും തന്നില്ല, നിങ്ങളെ പറ്റിച്ചു? അതെ, വാടകയൊന്നും തന്നിട്ടൊന്നുമില്ല. വെറുതെ വാടക പോലും കൊടുത്തില്ല. മഴ കഴിഞ്ഞപ്പോൾ വാടക കൊടുക്കൽ നിർത്തി വീണ്ടും ഇവർ ഈ അപകട ഭീഷണിയുള്ള വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അതായത് ഈ കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് വടകര RDO സ്ഥലം MLA ഉൾപ്പെടെയുള്ള ആളുകൾ യോഗം വിളിച്ചിരുന്നു. ദേശീയപാത അതോറിറ്റിയുടെ ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു. ഒപ്പം തന്നെ കരാർ കമ്പനിയുടെ ആളുകൾ പങ്കെടുത്തു. അവർ പറഞ്ഞത് ഇവിടെ റെഡിമെയ്ഡ് റീറ്റേണിംഗ് വാൾ നിർമ്മിക്കുമെന്ന് പറഞ്ഞു. 5 ദിവസം കഴിഞ്ഞിരിക്കുന്നു. അപകടമുണ്ടായിട്ട് 1 വർഷം തികയുന്നു. ഇതുവരെ റീറ്റേണിംഗ് വാൾ പോലും നിർമ്മിച്ചിട്ടില്ല. ചേട്ടാ, റീറ്റേണിംഗ് വാൾ എന്നാണ് അവർ പറയുന്നത്. റെഡിമെയ്ഡ് കോൺക്രീറ്റ് സ്ലാബ് കൊണ്ടുവന്ന് റീറ്റേണിംഗ് വാൾ കെട്ടുമെന്ന് പറയുന്നു. അത് ശാശ്വതമാണോ? അല്ല, കോൺക്രീറ്റ് വാളാണ് ഇവരുടെ മീറ്റിങ്ങിൽ പറഞ്ഞത്. പക്ഷേ ഇവർ ഇപ്പം ഒരാഴ്ച മുന്നേ പണിക്കാർ വന്നിട്ട് മറ്റേ
റെഡിമെയ്ഡ് കോൺക്രീറ്റ് സ്ലാബ് ഇട്ടിട്ട് അതിവിടെ ഒരു പരിഹാരമല്ല. ഇതുപോലെ തന്നെയാണ് ഇതും പറഞ്ഞത്. സോയിൽ നെയിലിംഗ് പറഞ്ഞ 20 വർഷം ഗ്യാരണ്ടിയാണ്. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ജർമ്മൻ ടെക്നോളജിയാണല്ലോ. ഇത് ചെയ്ത സമയത്തെ നമുക്കറിയാം ഇതെന്തായാലും ഇടിഞ്ഞ് താഴുന്നു. നമുക്ക് ഇതിന് മുന്നേ ഉള്ള സ്ഥലമെടുപ്പിനെല്ലാം ഊരാളുങ്കൽ സൊസൈറ്റി നല്ല ഇതിൽ ചെയ്തതാണ്. കരിങ്കല്ല് കൊണ്ട് കെട്ടി സ്റ്റെപ്പായിട്ട്. നിങ്ങൾ വാഗാടിൻ്റെ ആൾക്കാരോട് പറയുമ്പോൾ എന്താ അവർ പറയുന്നത്? അവർ പറയുന്നത് അദാനിൻ്റെ ടീമിനെ കാണണം. അദാനി ആണ് ഇത് എടുത്തത്, നമ്മൾ ഉപകാരം എടുത്തതാ. പക്ഷേ അദാനിൻ്റെ ടീം ഇവിടെ വരില്ലല്ലോ. വാഗാടിൻ്റെ ആൾക്കാരോടെ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അതാണ് സ്മൃതി പ്രശ്നം. അദാനി കരാർ ഏറ്റെടുത്തിരിക്കുന്നു, വാഗാടിന് ഉപകരാർ നൽകിയിരിക്കുന്നു. നാട്ടുകാർ വാഗാടിന് കമ്പനിയുടെ ആൾക്കാർ പറയുമ്പോഴും അദാനിയോട് ചോദിക്കുമെന്ന മറുപടിയാണ് അവർ കൊടുക്കുന്നത്. ചേട്ടാ, ഇവിടെ താമസിക്കുന്ന ആളുകൾക്ക് പേടിയുണ്ട്, അതുപോലെ തന്നെ വണ്ടികൾ ധാരാളം വന്നൊരു വഴി കൂടിയാണല്ലോ. അപകടം ഇനിയും പതിയിരിക്കുമല്ലേ, മഴ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ കനത്ത മഴയാണ് പെയ്തിരിക്കുന്നത്. അതായത് ഇപ്പം കഴിഞ്ഞ മീറ്റിങ്ങിൽ കുറച്ച് ദിവസം മുന്നേ RDO ഓഫീസിൽ വെച്ചൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അതിന് മുന്നേ ഇവർ പഞ്ചായത്തിലെ ആൾക്കാരും പിന്നെ അങ്ങനെയെല്ലാം കൂടിയിട്ട് തീരുമാനം എടുത്തത് കോൺക്രീറ്റ് വാള് കെട്ടിത്തരുന്ന കളക്ടറേറ്റ് വെച്ചിട്ട് തീരുമാനിച്ചു. പക്ഷേങ്കിൽ ഈ കഴിഞ്ഞ കുറച്ച് ദിവസം മുന്നേ ഇവർ ഇതേപോലെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ട് വന്നിട്ട് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എത്രം വരെ എവിടുന്ന മുതൽ ഇടം വരെ പൊട്ടിയതാണോ അവിടം വരെ ഈ കോൺക്രീറ്റ് വാള് എന്ന് പറഞ്ഞ സ്ഥലത്ത് അരിവാൾ എന്ന് പറയുന്നതാണ് ഇതിൽ ബ്രിക്കിൻ്റെ സാധനം വെക്കുന്നത്, അത് വെച്ചിട്ട് ചെയ്യാൻ നോക്കി. നമ്മൾ പറഞ്ഞു അതിവിടെ ശാശ്വതമല്ല എന്ന് പറഞ്ഞതിന് ശേഷം അവരെ പണിയെടുക്കാൻ വന്നിട്ട് സ്റ്റോപ്പ് ചെയ്യിച്ച് അങ്ങനെ RDO ഓഫീസിൽ വെച്ചിട്ട് മെഞ്ഞാന്ന് മീറ്റിംഗ് നടന്നു. അന്ന് പോലെ എല്ലാവരും MLA അടക്കം പറഞ്ഞാൽ കോൺക്രീറ്റ് വാളാൻ തീരുമാനിച്ചത്, നിങ്ങൾ എങ്ങനെ സംഗതി മാറ്റി തിരിച്ചു മറിച്ച് കളിച്ച്. അപ്പോൾ അത് പറഞ്ഞ സംഗതിക്ക് ശേഷം അവർ പറയുന്നത് നമ്മൾ കോൺക്രീറ്റ് വാളല്ല പറഞ്ഞാൽ അരിവാൾ എന്ന് പറഞ്ഞ വാളാണ് പറഞ്ഞത്. ആ വാള് കെട്ടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ചെയ്യാനേ നിവൃത്തിയുള്ളൂ, വേറെ രക്ഷയില്ല. അപ്പോൾ നമ്മളെന്ത് അങ്ങോട്ട് പറയാൻ നോക്കുമ്പോൾ അവർ ദാഷ്ട്യത്തോടെയാണ് ഇങ്ങോട്ട് സംസാരിക്കുന്നത്. അതായത് ഹൈവേ അതോറിറ്റി ആയാലും മറ്റുള്ള ആൾക്കാരായാലും ദാഷ്ട്യത്തോടെയാണ് ഇങ്ങോട്ട് സംസാരിക്കുക. അവർ പറയുന്നത് ചെയ്യും, വേറെ ഒരു ഇതുമില്ല. നമ്മളെ സുരക്ഷിതത്വത്തിന് ഒരു ഇത് വിലയില്ല കൽപ്പിക്കുന്നില്ല. അപ്പോൾ അവർ ഏത് സമയവും ഇതിന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരാഴ്ച 2 ദിവസമായിട്ടുള്ളൂ മഴ പെയ്യാൻ തുടങ്ങിയിട്ട്. ഇതേപോലെ അന്നൊരു 2 ദിവസം മഴ പെയ്തെന്നാണ് ഈ സംഭവം മുഴുവൻ ഉണ്ടായത്. ഒരു 2 ദിവസം കൂടി ഇതേപോലെ മഴ പെയ്യുകയാണെങ്കിൽ ഈ റോഡ് നാഷണൽ ഹൈവേ മുഴുവൻ ബ്ലോക്ക് ആവും. യാതൊരു സംശയമില്ല. മാത്രമല്ല ഇതിലേ പോകുന്ന വാഹനങ്ങൾ ഏതെല്ലാം വാഹനങ്ങളാണോ ഇതിൻ്റെ ഉള്ളിൽ ഉൾപ്പെടുന്നത് പറയാൻ പറ്റില്ല. കാരണം രാത്രി പല സമയത്തും പല ആൾക്കാരും പോകുന്നതാണ്. ആരും കാണില്ല. ഒരു വാഹനം ഇതിൻ്റെ ഉള്ളിൽ പെഞ്ഞ് ഇത് ഇടിഞ്ഞ് അതിൻ്റെ ഉള്ളിലായി കഴിഞ്ഞാൽ ആരും കാണില്ല. കാരണം അന്ന് ഇടിഞ്ഞ് നമുക്ക് ഒരുപാട് ഭയങ്കര വിഷമമുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ബൈക്കോ കാറോ കെണിഞ്ഞു എന്ന്. ഭാഗ്യത്തിനൊന്നും സംഭവിച്ചില്ല. പക്ഷേ ഇനി അത് സംഭവിക്കണം എന്നുള്ള വലിയ ഉറപ്പൊന്നുമില്ല. കാരണം വെച്ചാൽ ഏത് സമയത്തും എന്തും സംഭവിക്കാത്ത നിലയാണ് ഇപ്പോൾ ഉള്ളത്. സ്മൃതി, ചേട്ടൻ പറഞ്ഞു കേട്ടല്ല, ശരൂരിൽ നമ്മൾ കണ്ടതാണ് വാഹനങ്ങൾ അകത്ത് പെട്ടുപോയത്. അന്നും ആളുകൾക്ക് ഭയമുണ്ടായിരുന്നു, ഈ മൺകൂണിയുടെ അകത്ത് വാഹനമുണ്ടോ എന്ന് സംശയമുണ്ടായിരുന്നു. കാരണം ഇതിലെ 24 മണിക്കൂർ രാത്രി പകലൊന്നും ഇല്ലാതെ വണ്ടി പോകുന്ന ദേശീയപാതയാണ്. അതുകൊണ്ട് ഏതെങ്കിലും ആളുകൾ നടന്നു പോകുന്ന ആളുകളോ അല്ലെങ്കിൽ ബൈക്കിൽ പോകുന്ന ആരെങ്കിലും അല്ലെങ്കിൽ വാഹനമോ കാറോ മറ്റേതെങ്കിലും തരത്തിലുള്ള വാഹനങ്ങൾ ഇതിനടിയിൽ ഉണ്ടോ എന്നൊരു സംശയമുണ്ടായിരുന്നു. പക്ഷേ അന്ന് നടത്തിയ പരിശോധന വാഹനമില്ല എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇനിയും ഈ രീതിയിൽ തന്നെ 10-20 മീറ്റർ ഉയരത്തിലുള്ള വലിയ മൺകൂനിയാണ്, മലയാണ്. ഇതിന് പിടുത്തമില്ലാത്തൊരു മണ്ണാണ് അല്ല ചേട്ടാ, ഇത് ഒരു കല്ലില്ലാത്ത മണ്ണാണ്. മേലെ കോൺക്രീറ്റ് പാളിയുണ്ട്. പോരാത്തത് നോക്കിയാൽ കാണാം, ഏറ്റവും മേലെ കോൺക്രീറ്റിൻ്റെ പാളിയുണ്ട്, സ്ലാബ് ഇട്ടിട്ടുണ്ട്. അതാ ഏറ്റവും മുകളിൽ. അത് ഇളകുവാണെങ്കിൽ മൊത്തം ഇങ്ങ് പോരും. അതിൻ്റെ മുകളിലാണ് ഇപ്പം നിൽക്കുന്നത്, ചെറിയ തോല് നിൽക്കുന്നതാണ്. ആ കോൺക്രീറ്റ് മുകളിൽ കൂടെയുള്ള റോഡാണോ? അതെ, അതിൻ്റെ മേലെ റോഡാണുള്ളത്. ആ റോഡ് അടുപ്പിച്ചാണ് വീട് കിടക്കുന്നത്. ഇനി ഒരു നടന്നു പോകാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. എത്രത്തോളം ആശങ്കയുണ്ട് എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് സിനോജ് തോമസ്. അതോടൊപ്പം തന്നെ ഇവർക്ക് നൽകിയ ഉറപ്പുകളും ഒരു തരത്തിലും പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ആളുകൾ പരാതിയായി പറയുന്നത്. ഇതും സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് വെക്കുകയാണ്. സിനോജ് തോമസ് ആണ് വടകരയ്ക്കടുത്തുള്ള മുക്കാളിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. 15 മീറ്റർ ഉയരത്തിൽ മണ്ണിടിച്ചു മാറ്റിയ കാരിക്കുഴിയിൽ മഴയത്ത് പല തവണ മണ്ണിടിച്ചിലുണ്ടായി. കഴക്കൂട്ടം കടമ്പാട്ട് കോണം റീച്ചിൽ റഹീസ് റഷീദുണ്ട്. റഹീസ്, ഇപ്പോൾ ഇത്രയും നേരം കണ്ടത് വടക്കുള്ള കാഴ്ചയാണ്. തെക്കോട്ട് പോകുമ്പോൾ തലസ്ഥാനത്ത് കഴക്കൂട്ടത്തെ കാഴ്ചയിൽ എന്താണ് കാണാനാകുന്നത്? അവിടെ പലതവണ മണ്ണിടിച്ചിലുണ്ടായി എന്ന് പറയുമ്പോൾ ഈ 2-3 ദിവസത്തെ മഴയിലെ കാര്യമാണോ? സ്മൃതി, കഴിഞ്ഞ മഴയിലാണ് നമുക്ക് പിന്നിൽ കാണുന്ന കാരിക്കുഴി എന്ന പ്രദേശത്ത് ദേശീയപാതയിലെ കഴക്കൂട്ടം കടമ്പാട്ടുകോണം ബൈപ്പാസിന് സമീപത്ത് മണ്ണിടിച്ചിരിക്കുന്നത്. എത്ര ഉയരത്തിലാണ് ഇവിടെ മണ്ണിടിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും. നമുക്ക് നമ്മളുടെ ഒരു 5-6 നില നമ്മൾ നിൽക്കുകയാണെങ്കിൽ അത്രയും ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന ഉയരത്തിൽ ഇവിടെ മണ്ണിടിച്ചിരിക്കുന്നു. അശാസ്ത്രീയമായാണ് മണ്ണിടിച്ചത് എന്നതാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ പണി പൂർത്തിയായിട്ടില്ല. നമ്മൾ വടക്ക്
പറഞ്ഞാൽ മിക്ക സ്ഥലത്തും പണി പൂർത്തിയായി, ഇവിടെ പണി നടന്നുകൊണ്ട് മാത്രമേ ഇരിക്കുന്നുള്ളൂ. ഇവിടുത്തെ ഇതിൻ്റെ മണ്ണിടിച്ചതിൻ്റെ ഒരു രീതി നോക്കുമ്പോൾ നമുക്കിവിടുന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ ചില പ്രശ്നങ്ങൾ കാണാൻ സാധിക്കും സ്മൃതി. അതായത് സാധാരണഗതിയിൽ മണ്ണിടിക്കുന്നത് പോലെ ഈ അടിഭാഗം കൂടുതൽ കുഴിച്ചിട്ട് മേൽഭാഗം ഇങ്ങോട്ട് തള്ളി നിൽക്കുന്ന ഒരവസ്ഥയാണ്. നമുക്ക് വിഷ്ണുപ്രസാദ് ഇങ്ങോട്ട് വന്നാൽ, ക്യാമറമാൻ ഇവിടെ വന്നാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണഗതിയിൽ അടിഭാഗം കൂടുതൽ നിൽക്കുകയും മേൽഭാഗം അകത്തേക്ക് നിൽക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നേരെ തിരിച്ച് അടിഭാഗം കൂടുതൽ കുഴിച്ചെടുത്തിട്ട് മേൽഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഇതുകൊണ്ടാണ് ഈ പ്രദേശത്ത് കഴിഞ്ഞ മഴയിലും പല സ്ഥലത്തും മണ്ണിടിച്ചിലുണ്ടായത്. എന്ന് മാത്രമല്ല, മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ കാനയുടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാനയുടെ പണി നടക്കുന്ന തൊഴിലാളികൾ ഈ സമയത്ത്, മഴ സമയത്തും ഇവിടെ പണിയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ സമയത്ത് ചില തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നും പറയപ്പെടുന്നു. ഈ ഭാഗത്താണ് നമ്മൾ നിൽക്കുന്ന, ഈ ഭാഗത്താണ് കഴിഞ്ഞ മഴയുടെ സമയത്ത് മണ്ണിടിഞ്ഞ് താഴേക്ക് വന്നത്. അത് നമുക്ക് ഒറ്റ കാഴ്ചയിൽ തന്നെ കാണാം. മറ്റ് മണ്ണുകൾ മാറ്റിയതുപോലല്ല, ഈ ഭാഗത്ത് മണ്ണിടിഞ്ഞ് അത് താഴേക്ക് വീഴുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിൻ്റെ കരാറുകാരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ മണ്ണിന് പ്രശ്നമൊന്നുമില്ല, അത് അങ്ങനെയൊന്നും ഇടിയില്ല, താൽക്കാലികമായി മാത്രം ഇടിഞ്ഞതാണ് ഈ ഇടിവ് എന്നതാണ്. പക്ഷേ ഒറ്റ നോട്ടത്തിൽ മൊത്തത്തിൽ പ്രശ്നമാണ്. ഇവിടെ നാട്ടുകാരായ ആളുകളുമുണ്ട്. ഇത് വലിയ പ്രശ്നമാണോ? ഇത് വലിയ പ്രോബ്ലമാണ്. ഇത് ഒരു അശാസ്ത്രീയമായ നിലയിലാണ് ഈ കുന്നിടിച്ചിരിക്കുന്നത്. അതായത് താഴെഭാഗം അകത്തോട്ട് കയറിയും മേൽഭാഗം ചെല്ലുമ്പം റോഡിലോട്ട് തള്ളിയുമായിരുന്നു. ഇത് ഈ കുന്നിടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ബന്ധപ്പെട്ട NHAയുടെ ഉദ്യോഗസ്ഥർക്ക് അതിൻ്റെ ഒരു സെക്ഷൻ നമ്മൾ ആറ്റിങ്ങലിന് സമീപം മാമം പാലത്തിനടുത്തായിട്ട് അതിൻ്റെ ഒരു ഓഫീസുണ്ട്. അവിടെ രേഖാമൂലം പരാതി നാട്ടുകാരെല്ലാം കൂടി ഒപ്പിട്ട് ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടെല്ലാം കൂടി പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കൂടാതെ തന്നെ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഇവിടുത്തെ എഞ്ചിനീയേഴ്സ് എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാവുന്ന ഉദ്യോഗസ്ഥരോട് നിന്നപ്പോൾ അവരുടെ കൂടെ നമ്മൾ പല ആവർത്തി ഇത് പറഞ്ഞതാണ്. പക്ഷേ അവരപ്പോഴൊക്കെ നമുക്ക് സമാധാനത്തിന് മറുപടി തരുന്നത് ഇത് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇതെല്ലാം ഒരു ശാശ്വത പരിഹാരത്തിലേക്ക് വരും. ഇത് ഒരു ലെവലിലും ഒരു ശാശ്വത പരിഹാരം എങ്ങനെ ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ ഇനി ഈ കുന്നിൽ നമുക്ക് പരിഹരിക്കുകയും ചെയ്യുന്ന കുന്നിൻ്റെ മുകളിൽ എന്താണ് അവിടെ ഒരു ബ്രിക്സ് ഒക്കെ കാണുന്നുണ്ട്. ഈ കുന്നെന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതായത് CSI മിഷണറിയുടെ കൊട്ടാരക്കര മേഖല, അവരൊക്കെ അങ്ങനെ പല സെക്ഷനായിട്ടാണ് അറിയപ്പെടുന്നത്. ആ മേഖലയുമായിട്ടുള്ളതാണ്. ഒരു 1980 മുമ്പ് ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ക്രിസ്ത്യൻ CSIയുടെ ചർച്ച് ഉണ്ടായിരുന്നു. അന്നൊക്കെ ഞാൻ കുഞ്ഞാണ്, സ്കൂളിൽ പഠിക്കുന്ന കാലങ്ങളാണ്. 80 ശേഷം പിന്നെ ഈ ചർച്ച് പൂർണ്ണമായിട്ട് പൊളിഞ്ഞുപോയി. പ്രാർത്ഥനകളോ മറ്റു കാര്യങ്ങളോ ഇല്ല. അതിന് മുകളിൽ അങ്ങനെ ഒരു സ്ഥാപനമേ ഇല്ല. അവിടെ കുറച്ച് കട്ട കെട്ടി ഈ പ്രോപ്പർട്ടി ഇപ്പം ഈ ഹൈവേക്ക് സ്ഥലം എടുത്തതിന് ശേഷം ഇതിൻ്റെ അധികാരികൾ വന്നിട്ട് 4 സൈഡും മതിൽ കെട്ടി അവരുടെ പ്രോപ്പർട്ടി സേഫായി അവർ എടുത്തിരിക്കുന്നതാണ്. അത് അങ്ങനെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഇതിൽ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് പറയുമ്പോൾ ഇത് ഗവൺമെൻറ് പ്രോപ്പർട്ടി അല്ല. ഗവൺമെൻറ് പ്രോപ്പർട്ടി ആണെങ്കിൽ മാത്രമേ ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്ത് ജനങ്ങൾക്ക് അനുയോജ്യമായ നിലപാടുകൾ സ്വീകരിച്ച് പോകാൻ കഴിയും. ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആവുന്ന സ്ഥിതിക്ക് ഗവൺമെൻറ്റിന് വേണമെങ്കിൽ അവരോട് സമ്മർദ്ദം ചെലുത്താനേ പറ്റത്തുള്ളൂ. ഹൈവേ എടുത്ത പൂർണ്ണമായ സ്ഥലം അത് ഹൈവേ തീർത്തെടുത്തിരിക്കുന്നതാണ്. അതാണ് ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇതിനകത്ത് ഈ ഭാഗത്ത് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് സ്വാഭാവികമായും അപ്രോച്ച് റോഡായിരിക്കും നമ്മൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വരിക. മറ്റൊന്ന്, നമുക്ക് എൻ്റെ പിന്നിൽ ഒരു നീല ടാർപോളിൻ കാണാം. അതിനകത്താണ് ഇവിടെ പണിയുന്ന തൊഴിലാളികൾ വിശ്രമിക്കുന്ന ഇടവേള സമയത്തും മറ്റും ഇരിക്കുന്ന സ്ഥലം. അതാണ് ഇതുപോലുള്ള കുന്നിൻ്റെ നേരെ താഴെ കൊണ്ടുവന്നിട്ടാണ് അത് കെട്ടിവെച്ചിരിക്കുന്നത്. ആ ടാർപോളിൻ കെട്ടി ഒരു 4 തൂണ് കെട്ടി 4 കമ്പ് കെട്ടി അതിൻ്റെ പുറത്തൊരു നീല ടാർപോളിൻ വലിച്ചിട്ടിരിക്കുകയാണ്. അതിനകത്ത് തൊഴിലാളികൾ ഇരിക്കുകയാണ്. ഇത്ര ഉയരത്തിലുള്ള ഒരു സ്ഥലത്ത് അതിൻ്റെ താഴെ തൊഴിലാളികൾക്ക് ഇരിക്കാനുള്ള മൊത്തം ഇതര സംസ്ഥാനത്ത് നിന്നുള്ള തൊഴിലാളികളാണ്. ആ തരത്തിലുള്ള ഒരു സൂക്ഷ്മത പോലും ഇത് നിർമ്മിക്കുന്ന ആളുകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവിടെ നിന്നുള്ള പ്രശ്നം. എല്ലായിടത്തും ഇങ്ങനെയാണ്. ചരിച്ചല്ല ഈ മണ്ണ് ചെത്തിയെടുത്തിരിക്കുന്ന മുഴുവൻ കുത്തനെയാണ്. ഈ 15 മീറ്റർ ഉയരത്തിൽ മണ്ണിടിച്ച് മാറ്റിയ കാരിക്കുഴിയിലെ ദൃശ്യം കാണുമ്പോൾ അത് തന്നെയാണ് വടക്ക് ജില്ലകളിലൊക്കെ കണ്ടത്. താഴെ വല്ലാതെ ചെത്തിയെടുക്കുകയും മുകളിലേക്ക് കുത്തനെ ഉയരത്തിൽ മണ്ണ് എടുത്തു മാറ്റുകയും ചെയ്തിരിക്കുന്നു. അതിന് താഴെ തന്നെ തൊഴിലാളികൾ താൽക്കാലിക വിശ്രമ സാഹചര്യം അവർക്ക് ഒരുക്കിയിരിക്കുന്നു. എന്ത് അപകടത്തിനും സാധ്യതയുണ്ട്. തൊഴിലാളികളുടെ ജീവൻ ഭീഷണിയാണ്. അതോടൊപ്പം അതിലൂടെ പോകുന്നവരുടെ അവസ്ഥയും എന്താകുമെന്ന് പറയാൻ പറ്റില്ല.
ഇവിടുത്തെ ഒരു മണ്ണിന്റെ സ്വഭാവം എന്താണ് റാഹിസ്? എന്ത് തരം മണ്ണാണ്? വിഷ്വൽ കൊടുത്ത സ്മൃതി, അത് തന്നെയാണ് ഇവിടുത്തെ പ്രശ്നവും. നേരത്തെ സ്മൃതി പറഞ്ഞതുപോലെ തന്നെ താഴെ നിന്ന് സാധാരണഗതിയിൽ ഇത് ചെയ്യേണ്ടത് താഴ്ഭാഗത്ത് മണ്ണ് കുറച്ചെടുത്തിട്ട് മേൽഭാഗത്ത് അങ്ങോട്ട് മാറ്റിയിടുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ സംഭവം 2 മീറ്ററോളം, ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം, 2 മീറ്ററോളം പുറത്തേക്ക് തള്ളി നിൽക്കുകയാണ്. നമ്മൾ നേരെ എങ്ങനെയാണോ ചെയ്യേണ്ടത് അതിന് നേർ വിപരീതമായി ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും അടിത്തറയുള്ള ഭാഗത്തെ മണ്ണ് നീക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇത് ഇടിഞ്ഞു വരാനുള്ള സാധ്യത കൂടുതലാണ്. ഞാൻ ഈ നിൽക്കുന്ന ഭാഗത്ത് അകത്തേക്ക് ഈ ഭാഗം വരെ കുഴിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ആകാശമല്ല കാണാൻ പറ്റുന്നത്, പകരം ഇതിൻ്റെ ബാക്കി ഭാഗമാണ് മുകളിലേക്ക് കാണാൻ പറ്റുന്നത്. അതുമൂലമാണ് ഇത് ഇടിയുന്നത് എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. പല തവണ ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടത്തുന്ന കമ്പനിയോടും ഇവിടെ വരുന്ന എഞ്ചിനീയർമാരോട് പറഞ്ഞിട്ട് അത് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നതാണ് പരാതികളോട് മുഖം തിരിഞ്ഞു നിൽക്കുന്ന കരാറുകാർ. ഇതാണ് ഓരോ സ്ഥലത്തെയും കാഴ്ച തന്നെയാണ്. ഇപ്പോൾ കടക്കൂട്ടം കടമ്പാട്ട് കോണത്തെ റീച്ചിൽ നിന്നാണ് റഹീസ് റഷീദ് തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളും നൽകി. ദേശീയപാതയിലെ വിള്ളലിൽ കാസർഗോഡ് നിന്നുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇനി. നമ്മുടെ നാട് പറഞ്ഞാൽ കേരളം മഴ പെയ്യുന്ന വെള്ളത്തിൽ ഉരുളും അടിയിൽ വെള്ളം പോകുമ്പോൾ മുകളിടിയും. അപ്പം അതെല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അത് ചെയ്തില്ല. പിന്നെ സർക്കാരിന് കേന്ദ്ര കേരള ഗവൺമെൻറ് കാര്യമില്ല. അവിടെ കേരള ഗവൺമെൻറ് നോക്കണമായിരുന്നു. അവരിങ്ങനെ ഉള്ളായ പിന്നെ നടന്നത്, അല്ലാണ്ട് നല്ല രീതിയിൽ ചെയ്തില്ല. മുകളിൽ നിന്ന് വരുന്ന വെള്ളമെല്ലാം താഴോട്ടേക്കാണ് വരുന്നത്. വെള്ളം കെട്ടിയിട്ട് വണ്ടിക്ക് പോകാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഉള്ളത്. ഈ അതാത് പ്രദേശത്തെ ജിയോളജിക്കലായിട്ടുള്ള കാര്യങ്ങൾ അതാത് പ്രദേശത്തുള്ള എഞ്ചിനീയർമാരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുമായിട്ടൊരു ചർച്ച ചെയ്തിട്ട് ഒരു വ്യക്തമായ ഒരു പ്ലാനിങ് കൂടി ചെയ്തിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുമായിരുന്നു തോന്നുന്നു എനിക്ക്. അപ്പോൾ ഇങ്ങനെ പണി വളരെ മോശമാണ്. അപ്പോൾ നമുക്ക് വാഹനങ്ങളായിട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്ക് പേടിയായി. ഇപ്പം തന്നെ ഞാനിപ്പോൾ പള്ളി പോകുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു വന്നത് ഇങ്ങനെ അതിൽ കൂടെ അല്ലേ ക്ലോസ് ആക്കിയ. അപ്പോൾ പണി വിഷയം വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞ് വീഴുമെന്നുള്ളൊരു ടെൻഷനുണ്ട്, പേടിയുണ്ട്. അത് എത്ര വേഗം അത് ശരിയാക്കണം എന്ന് വെച്ചാൽ അത് അപകടം ഉണ്ടാക്കാനുള്ള ഒരു അവസ്ഥ വരുത്തരുത് പ്ലീസ്. അതുകൊണ്ട് അത് എത്ര വേഗം ശരിയാക്കിയിട്ട് വർക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സ്പീഡായി ചെയ്തിട്ട് ഒന്ന് ഫാസ്റ്റ് ചെയ്തിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അത് ഇന്ന് പിണറായി വിജയൻ പറഞ്ഞതുപോലെ ആ മുതൽ അക്ഷ വരെ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലാണുള്ളത്. കാരണം സ്ഥലം മാത്രം എടുത്തു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ സംസ്ഥാന സർക്കാർ, ബാക്കിയുള്ളതെല്ലാം കേന്ദ്രത്തിൻ്റെയാണ്. പിന്നെ അടുത്ത് ഇവിടുത്തെ മുതലാളിമാരും ഇടപെടുന്നില്ല. കാരണം വെച്ചാൽ അവരിടപെട്ടാലും ഇതിന് പകുതി സമാധാനമുണ്ട്. കാരണം ഇവർ ആരും ഒരു ഇതെടുക്കാൻ പോകുമ്പോഴോ അതിന് അളവ് ഇതാക്കുമ്പോഴോ കൃത്യമായിട്ട് ആരും പോകുന്നില്ല. അതാണ് ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തിയ കാര്യമില്ല, അത് കോൺട്രാക്ട് എടുത്തവരല്ല അതിൻ്റെ ഉത്തരവാദികൾ. പാലം ഇവിടെ പണിഞ്ഞതിന് ശേഷം നമ്മൾക്ക് മധൂർ റോട്ടിൽ വരണമെങ്കിൽ കറന്തക്കാടല്ലേ മധൂർ വരെ വരണം പറഞ്ഞിട്ട് ഇവർ പറയുന്നുണ്ട്. അതിലെ അഡ്ഡം കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ കെട്ടിയതിനെടുത്തിട്ട് ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിൽ പോയതിനുള്ള സൗകര്യം ഉണ്ടാക്കണമെന്നാണ് പറയുന്നത്. കാസർഗോഡ് ജനങ്ങളുടെ പ്രതികരണമാണ് കണ്ടത്. കാസർഗോഡ് മാവുങ്കൽ കല്യാൺ റോഡിന് സമീപം 2 വിള്ളലുകളാണ് കഴിഞ്ഞ ദിവസം രൂപപ്പെട്ടത്. കാഞ്ഞങ്ങാട് സർവീസ് റോഡ് ഇടിഞ്ഞ് താഴുകയും ചെയ്തു. നീലമലക്കുന്നും മട്ടലായിക്കുന്നും ഏത് സമയവും മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. ദീപക് മലേമയാണ് വിവരങ്ങളുമായുള്ളത്. ദീപക്, ഇപ്പോൾ കാസർഗോഡ് എവിടെയൊക്കെയാണോ ഭീഷണിയുള്ളത്? കല്യാൺ റോഡിൽ കണ്ട 2 വിള്ളലുകൾ, ആ വിള്ളലുകൾ അടയ്ക്കാനുള്ള നടപടികളുണ്ടായോ? സ്മൃതി, ഇത് മെഗാ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് ഇതിൻ്റെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. സെക്കൻഡ് റീച്ച് എന്നുള്ള നിലയിലാണ് കാസർഗോഡിലൂടെ ഈ ദേശീയപാതയുടെ പ്രവൃത്തി നടക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ തന്നെ പ്രധാനപ്പെട്ടത് നേരത്തെ സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മാവുങ്കാൽ മേഖലയിലെ കല്യാൺ റോഡിന് സമീപം ഏതാണ്ട് 100 മീറ്റർ വ്യത്യാസത്തിലാണ് 2 വിള്ളലുകൾ രൂപപ്പെടുന്ന സാഹചര്യം ദേശീയപാതയിൽ ഉണ്ടായത്. അത് സംബന്ധിച്ച ഇടപെടൽ ഉണ്ടാകുമെന്നുള്ളതാണ് ദേശീയപാത നിർമ്മാണ കരാർ കമ്പനി പറയുകയും ചെയ്യുന്നത്. പക്ഷേ എന്താണ് ഇത്തരത്തിൽ ഒരു അപകടത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളത് സംബന്ധിച്ച ഒരു വ്യക്തത നൽകാൻ ഈ ഒരു ഘട്ടം വരെ തയ്യാറായിട്ടില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. സമാനമായ രീതിയിൽ തന്നെയാണ് കാഞ്ഞങ്ങാട് ഇതേ കമ്പനി തന്നെ നിർമ്മിച്ചിരിക്കുന്ന സർവീസ് റോഡുകൾ പൂർണ്ണമായും ഇടിഞ്ഞു താഴുന്ന സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. അത് ബലപ്പെടുത്തിക്കൊണ്ടല്ല നിർമ്മാണം നടത്തിയത് എന്നുള്ള ആക്ഷേപം പല വിധത്തിൽ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. അവിടെ സർവീസ് റോഡ് പലയിടങ്ങളിലായി അങ്ങനെ താഴ്ന്നു പോകുന്ന സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മണ്ണെടുത്ത് പലയിടങ്ങളിലും കുന്ന് നെടുക്കി പിളർന്നുകൊണ്ടൊക്കെ തന്നെ ദേശീയപാത നിർമ്മാണം പുരോഗമിച്ചിട്ടുണ്ട്. അതിൽ തന്നെ പല ഇടത്തു നിന്ന് നമ്മൾ വാർത്തകൾ കണ്ടു. സമാനമായ അവസ്ഥ തന്നെ വീരമലക്കുന്നിൽ നിന്നും
ഒപ്പം തന്നെ മട്ടലായി കുന്നിൽ നിന്നും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ മണ്ണിടിച്ചിൽ ഭീഷണി ഏത് സമയത്തും ഉണ്ടാകാം എന്നുള്ള നിലയിലാണ് കാര്യങ്ങളുള്ളത്. വളരെ ചെങ്കുത്തായ രീതിയിൽ തന്നെ മലയിടിച്ച് നിരത്തുകയും അതിന് കൃത്യമായ ബെഞ്ച് കട്ടോ അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ റിട്ടേണിംഗ് വാളുകളോ കെട്ടി സംരക്ഷിക്കാൻ കഴിയാതെ ഇരിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥിതിവിശേഷം രൂപപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഘട്ടത്തിലാണ് കാസർഗോഡ് ജില്ലാ കളക്ടർ ഒരു വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയും ആ വിദഗ്ധ സംഘം എന്താണ് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് പഠിച്ച ഒരു റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളൂ. ആ റിപ്പോർട്ട് പ്രകാരം പറയുന്നത് പലയിടങ്ങളിലും ഈ സെക്കൻഡ് റീച്ചിൽ വരുന്ന പലയിടങ്ങളിലും കൃത്യമായി ഡ്രെയിനേജുകൾ സ്ഥാപിക്കാൻ കരാർ കമ്പനി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ഡ്രെയിനേജുകൾ സ്ഥാപിച്ച ഇടങ്ങളിലാണെങ്കിൽ അത് പൂർണ്ണമായും അടഞ്ഞു കിടക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്. എന്ന് വെച്ചാൽ അതിൽ ചെളിയും മണ്ണും ഉൾപ്പെടെ അകപ്പെടുകയും അതനുസരിച്ച് അതുവഴി വെള്ളം ഒഴുകിപ്പോകാൻ ഉതകുന്ന സാഹചര്യം ഇല്ലാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ചെർക്കളം, ഒപ്പം തന്നെ പെരിയ, ചെറുവത്തൂർ ഉൾപ്പെടെയുള്ള മേഖലയിൽ ഉൾപ്പെടുന്ന ആളുകളാണ്. ആ ആളുകളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള പരാതിയുമായി മുന്നോട്ട് വരുന്നുണ്ട്. അത് പരിഹരിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളതാണ് കളക്ടർക്ക് വിദഗ്ധ സമിതി സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. ആ തരത്തിൽ ചില പഠനങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും പൂർണ്ണമായും ഇത്തരത്തിൽ നാട്ടുകാർ അല്ലെങ്കിൽ ആളുകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ എപ്പോൾ കഴിയും എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ആദ്യ റീച്ച് അത് നമ്മൾ കണ്ടതാണ്. തലപ്പാടി മുതൽ വരുന്ന റീച്ച് അത് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിയാണ് എടുത്തിരിക്കുന്നത്. അത് വളരെ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതിനുശേഷം വരുന്ന മേഖലയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സ്ഥിതിവിശേഷമുള്ളത്. ഇനിയിപ്പോൾ ഏത് നിലയ്ക്കായിരിക്കും മേഘാ കരാർ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടപെടൽ ഉണ്ടാവുക, ഏതെങ്കിലും തരത്തിൽ നടപടികൾ ആ കമ്പനിക്കെതിരെ ഉണ്ടാകുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ വ്യക്തത വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ആളുകളുടെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാകും. സർവീസ് റോഡ് ഇടിഞ്ഞു താണ പ്രദേശത്താണ് ദീപക് മലയമ്മ നിൽക്കുന്നത്. ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം അപകടമുണ്ടാക്കുമെന്ന പഠന റിപ്പോർട്ട് അവഗണിച്ച് ദുരന്ത നിവാരണ അതോറിറ്റി 8 മാസം മുൻപ് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് നൽകിയ റിപ്പോർട്ടിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. 2024 ഒക്ടോബറിൽ നൽകിയ റിപ്പോർട്ടിൽ ദുരന്തമുണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും അടിയന്തര മുൻകരുതൽ നടപടികൾ എടുക്കണമെന്നും ശുപാർശ ചെയ്യുന്നു. 2024 സെപ്റ്റംബർ 25, 26 തീയതികളിലാണ് സംഘം സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കാസർഗോഡ് ജില്ലയിലെ മണ്ണിടിച്ചിൽ പ്രദേശം സന്ദർശിച്ചായിരുന്നു സംഘത്തിന്റെ പ്രാഥമിക റിപ്പോർട്ട്. ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച പഠന സംഘത്തിൻ്റെതാണ് റിപ്പോർട്ട്. TV പ്രസാദാണ് ഈ റിപ്പോർട്ടിന്റെ സമഗ്ര വിവരങ്ങളുമായുള്ളത്. പ്രസാദ്, ഇപ്പോൾ ആദ്യം അപകടമുണ്ടായ സ്ഥലത്ത് അവിടെ സന്ദർശിച്ച് നൽകിയ റിപ്പോർട്ടാണ്, 2024 നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിന്മേൽ നടപടികൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ തരത്തിൽ വ്യാപകമായി വിള്ളൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. സ്മൃതി, ഇതൊരു ഗുരുതരമായ വിഷയം തന്നെയാണ്. അതായത് 2024 പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ വ്യാപകമായി ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ അരികിലുള്ള വലിയ കുന്നുകൾ ഇടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് എന്ന ഒരു നിഗമനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ഒരു വിദഗ്ധ സംഘത്തിന് രൂപം നൽകുകയും അങ്ങനെ 3 അംഗ സംഘം ചെറുവത്തൂര്, മട്ടലായി തുടങ്ങിയ കാസർഗോഡ് ജില്ലയിലെ വിവിധ സ്ഥലങ്ങൾ പരിശോധിക്കുകയും ചെയ്ത് അങ്ങനെ കൃത്യമായി പഠിച്ചതിന് ശേഷമാണ് 2024 ഒക്ടോബർ മാസം തന്നെ ആ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തത്. ഈ റിപ്പോർട്ടിൽ വളരെ വിശദമായി തന്നെ പഠന സംഘം പറയുന്നുമുണ്ട് ആ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ച്. അതിലേറ്റവും പ്രധാനമായി പറയുന്നത് ഈ കുന്ന് വെട്ടിയത്, അതായത് ഈ റോഡ് ഉണ്ടാക്കുന്നതിന് വേണ്ടി കുന്ന് ഇടിച്ചെടുത്തത് നേരെ ലംബമായിട്ടാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശം. അതുകൊണ്ട് തന്നെ അത് ഇടിയാനുള്ള വലിയ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് ഈ കുന്ന് ഇടിച്ചതുകൊണ്ട് തന്നെ കുന്നിലുള്ള സ്വാഭാവികമായ നീരൊഴുക്ക്, ആ നീരൊഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തടസ്സപ്പെടുമ്പോൾ ആ വെള്ളം ഡ്രൈനേജ് വഴിയോ അതല്ലെങ്കിൽ ഓടകൾ വഴിയോ കൃത്യമായി പുറത്തേക്ക് ഒഴുക്കിവിടാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതൊന്നുമില്ലാതെയാണ് കരാറുകാർ ഈ ജോലി എത്രയും പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ ചെയ്തു തീർന്നില്ല. ഇങ്ങനെ കുത്തനെ ഈ വലിയ കുന്നുകൾ വെട്ടുന്ന ഒരു സമീപനം ഉണ്ടായിക്കൂടാ. പകരം അത് തട്ടായിട്ട് വേണം ചെയ്യാൻ. എങ്കിൽ മാത്രമേ മണ്ണിടിച്ചൽ ഇല്ലാതെ തന്നെ നിൽക്കാൻ കഴിയൂ. മാത്രമല്ല ഒരു തട്ടിൽ നിന്ന് അടുത്ത തട്ടിലേക്ക് ആവശ്യമായ വീതി കൊടുക്കണമെന്നും ഈ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്. 8 മാസമായി ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ട് സ്വാഭാവികമായി ഇത് NHAയുടെ ശ്രദ്ധയിൽ വരേണ്ടതാണ്. പക്ഷേ എന്നിട്ടും എന്തുകൊണ്ട് ഇത് ചെയ്തില്ല എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. സ്മൃതി നേരത്തെ ചോദിച്ചത് പ്രസക്തമായ ചോദ്യം തന്നെയാണ്. അതായത് ഈ റിപ്പോർട്ടിൽ കൃത്യമായ നടപടി എടുത്തിരുന്നു എങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതുപോലെ കുപ്പത്തുണ്ടായ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. കുപ്പത്ത് ഈ പറയുന്ന മണ്ണിടിഞ്ഞ് ആളുകളുടെ വീട്ടിലേക്ക് ഉൾപ്പെടെ ചെളി കയറുന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. 2 ദിവസം മുമ്പാണ് കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ മട്ടലായിൽ
ഒരു ഇതര സംസ്ഥാന തൊഴിലാളി ആ മണ്ണിനടിയിൽ വീണ് മരിച്ചത്. അങ്ങനെ അറിയുന്നതും അറിയാത്തതുമായ നിരവധി അപകടങ്ങളാണ് ഈ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള മണ്ണിടിച്ചിൽ ഉണ്ടായത്. സ്മൃതി, ഇത് മാത്രമല്ല, ഈ പ്രശ്നത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ സ്വാഭാവികമായി കൂരിയോടുണ്ടായതുപോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഉൾപ്പെടെ NHAI കടക്കുമായിരുന്നു എന്നുള്ളതാണ്. ഇത് ലാഘവത്തോടെ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ് സംസ്ഥാനത്ത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടുകൾക്ക് എല്ലാം കാരണം. ശരി, 8 മാസം മുൻപ് നൽകിയ റിപ്പോർട്ടാണ്. അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. തിരിച്ചറിയുകയാണ് റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ് വാർത്തയിലേക്കാണ്. ഇനി ദേശീയപാതയിലെ വിള്ളലിൽ റിപ്പോർട്ടിന്റെ നിലപാട് വ്യക്തമാക്കി മന്ത്രി PA മുഹമ്മദ് റിയാസ്. NHAI റിപ്പോർട്ട് പരിശോധിച്ച് കൃത്യമായ നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പറയുന്നത്. ദേശീയപാത വികസനം സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നതാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഈ ഉണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങളുടെ ഭാഗമായിട്ടുള്ള റിപ്പോർട്ട് സാങ്കേതിക വിദഗ്ധർ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സാങ്കേതിക വിദഗ്ധർ അവർ തീർച്ചയായിട്ടും അത് പരിശോധിച്ച് റിപ്പോർട്ട് വെക്കും. ആ പ്രശ്നങ്ങൾ ചിലയിടങ്ങളിലുള്ളത് പരിഹരിക്കണം. നല്ല നിലയിൽ നമുക്ക് റോഡ് നിർമ്മാണം നടത്തണം. പക്ഷേ പദ്ധതി യാഥാർത്ഥ്യമാവണം. നമുക്ക് ഇതിൻ്റെ എല്ലാ നിലയിലും മികച്ച റോഡാക്കി, എല്ലാ ടെക്നിക്കലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഏറ്റവും മികച്ച റോഡായി സമയബന്ധിതമായി തന്നെ അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് കേരളത്തിലെ ഓരോ മനുഷ്യൻ്റെ ആഗ്രഹം. വിഷയത്തിൽ UDF-നെയും BJP-യും കടന്നാക്രമിച്ചായിരുന്നു മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പ്രതികരണം. നാട്ടിലെ മാറ്റങ്ങൾ കള്ളുവെക്കുകയാണ് UDF-ഉം BJP-യും. സർക്കാരിനെ ബോധപൂർവം കരിവാരിത്തേക്കാനാണ് ശ്രമിക്കുന്നതെന്നും മന്ത്രി റിപ്പോർട്ടറിനോട് പറഞ്ഞു. ബോധപൂർവം LDF സർക്കാരിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമമാണ്. കാരണം അത്രയ്ക്ക് ഭയക്കുന്നുണ്ട്. 2014 മലയാളിയുടെ സ്വപ്ന പദ്ധതിക്ക് റീത്ത് വെച്ച് പോയതാണ്. UDF-ന്റെ കെടുകാര്യസ്ഥത മൂലം അന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യക്ക് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചില്ല. അവരുടെ ഓഫീസ് പൂട്ടിപ്പോയി. എന്തൊക്കെ സമരം അവിടെ നടത്തി, എന്തൊക്കെ നിലയിൽ മുന്നോട്ട് പോയി. അങ്ങനെ നടത്തിയവരുടെ മനസ്സിൽ ഇപ്പോഴും ദേശീയപാത പ്രവർത്തനം മുടങ്ങണമെന്ന. ആർക്കതിൻ്റെ ദോഷം മുടങ്ങിയാൽ? ഈ നാട്ടിലെ ജനങ്ങൾക്കല്ലേ. ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റത്തെ അള്ളുവെക്കാനാണ് ഇവിടെ UDF-ഉം കേരളത്തിലെ BJP-യും ശ്രമിക്കുന്നത്. UDF ഇതിൽ പ്രധാനമായ നിലപാട് സ്വീകരിക്കുന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് എട്ടുകാലി മമ്മൂഞ്ഞ് ചമഞ്ഞ് നടക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ മുതൽ ക്ഷ വരെ കേരളത്തിന് ബന്ധമില്ല. ദേശീയപാതയിൽ വിള്ളലുകളുള്ള 50-ലധികം സ്ഥലങ്ങളിൽ പോയി റിയാസ് റീലിടട്ടെ. DPR-ൽ മാറ്റമുണ്ടെന്ന സുരേഷ് ഗോപിയുടെ ആരോപണം അടിയന്തരമായി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അല്ല, മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ ഷാ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റ് അത് സമ്മതിച്ചാൽ മതി. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞ് ഇനി റീലിടുമെന്ന് പറഞ്ഞു. റീലിടേണ്ടത് ഒരു 50 സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളൽ വീണിട്ടുണ്ട് ഹൈവേയിൽ. ആ വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റീലിട്ടാൽ കുറെ കൂടെ മനോഹരമായിരിക്കും. ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന്. അന്ന് ഇത് ഇലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്നത്. 8 കാലി മമ്മൂഞ്ഞാവാൻ ചമഞ്ഞതാണ്. അതാണ് 4ാം വാർഷികത്തിൽ പൊളിഞ്ഞ് താഴെ വീട്ടത്. ശ്രീ സുരേഷ് ഗോപിയുടെ പ്രസ്താവന കണ്ടു. അത് അടിയന്തരമായി അന്വേഷിക്കണം. DPR മാറ്റേണ്ട സാഹചര്യം എവിടെയാണ് ഉണ്ടായിരിക്കുന്നത്, ആരാണ് ഇടപെട്ടെന്ന് നോക്കണം. ഇതിൻ്റെ അകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം കേന്ദ്ര NHAI ആയിട്ട് ഒരു കോർഡിനേഷൻ ഉണ്ടായിരുന്നില്ല. റീലെടുക്കൽ മാത്രം ഉണ്ടായിരുന്നത്, കോർഡിനേഷൻ ഉണ്ടായില്ല. നാഷണൽ ഹൈവേയുടെ അവകാശം കോൺഗ്രസിന് വേണ്ടെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ MP. കേരളത്തിൽ ഇനിയും മണ്ണിടിഞ്ഞു വീഴും, ഇനിയും ആളുകൾ മരിക്കും. പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്തം കരാർ കമ്പനിക്കാണ്. കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് കേന്ദ്രത്തോട് നേരത്തെ ആവശ്യപ്പെട്ടതാണ്. കമ്പനിക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൂട്ടുനിൽക്കുകയാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പ്രതികരിച്ചു. ഈ ചതുപ്പ് നിലങ്ങൾ നികത്തി അവിടെ റോഡ് നിർമ്മിച്ചപ്പോഴോ, മണ്ണ് ഈ കുന്നുകൾ ഇടിച്ച് നിരപ്പാക്കി അത് റോഡാക്കി മാറ്റുമ്പോഴോ മണ്ണിനെക്കുറിച്ചൊരു പഠനം നടന്നിട്ടില്ല. ഇപ്പോൾ മഴ പെയ്തപ്പോൾ മഴയെ പഠിക്കുകയാണ് ഇവർ. കേരളത്തിൽ 6 മാസക്കാലം മഴക്കാലമാണെന്ന് അറിയാത്ത ആരാണ്? ഒരു കൊച്ചുകുട്ടിക്ക് പോലും അറിയാം. അപ്പോൾ ഇവിടെ ഒരു നാഷണൽ ഹൈവേയുടെ പണി നടക്കുമ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെയും കാലാവസ്ഥയെക്കുറിച്ചും കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചും ഈ പഠനം നടത്തുന്നവർ പഠിക്കണ്ടേ? ഇതിൻ്റെ ക്രെഡിറ്റ് കൊണ്ടുപോകാൻ ഒരുപാടാണ്. ഞങ്ങൾ എന്തായാലും ഈ ക്രെഡിറ്റ് ഇല്ല. ഞാനൊരിക്കലും കേന്ദ്രത്തെയോ സംസ്ഥാനത്തെയോ വിമർശിക്കാനില്ല. സമഗ്രമായ അന്വേഷണം നടത്തണം. അന്വേഷണം നടത്തി ഈ മേഘ കൺസ്ട്രക്ഷൻ, ആ കൺസ്ട്രക്ഷനെക്കുറിച്ച് ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾക്ക് അടിസ്ഥാനമുണ്ടെങ്കിൽ അവരെ പറഞ്ഞുവിടണം, അവരെ കരിമ്പട്ടികയിൽപ്പെടുത്തണം. ദേശീയപാത നിർമ്മാണത്തിലെ പാകപ്പിഴ നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന ബിൽഡേഴ്സ് അസോസിയേഷൻ. കാലാവസ്ഥയും ഭൂപ്രകൃതിയും അനുസരിച്ച്
മാറ്റങ്ങൾ വേണമെന്നാവശ്യപ്പെട്ടിരുന്നു. കേരളത്തിലെ കരാറുകാരെ പരിഗണിക്കാതിരുന്നത് പ്രശ്നങ്ങൾ വഷളാക്കിയെന്നും ബിൽഡേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു. ഇപ്പോൾ ദേശീയപാത കേരളത്തിലൂടെ പുതിയ നിർമ്മാണങ്ങൾ നടക്കുമ്പോൾ കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് അനുയോജ്യമായ ഒരു നിർമ്മാണം കേരളത്തിൽ നടന്നിട്ടില്ല എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള കോൺട്രാക്ടേഴ്സ് കേരളത്തിൽ ഈ നിർമ്മാണങ്ങൾ നടത്തുന്ന സമയത്ത് കേരളത്തിൻ്റെ കാലാവസ്ഥ തീരെ പരിഗണിക്കാത്ത നിർമ്മാണവും ഇവിടെ നടത്തപ്പെടുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതിലൊക്കെ മാറ്റം വരണമെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ നിർമ്മാണങ്ങൾ നടത്തുന്ന നമ്മുടെ നാട്ടിലെ കോൺട്രാക്ടേഴ്സിന്, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള എൻജിനീയേഴ്സിന്, ഡിസൈനേഴ്സിന് തന്നെ ഇത് ഏൽപ്പിക്കേണ്ടിയിരുന്നു എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റിൽ NHAIക്ക് പരാതി കൊടുത്തു, ഇതൊക്കെ പരിഹരിക്കപ്പെടണം. NHAIയുടെ ഭാഗത്തുനിന്ന് എൻജിനീയേഴ്സൊക്കെ സൈറ്റ് വിസിറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തമായ പരിഹാരം ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ശരി. VS രഞ്ജിത്തുണ്ട് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഇവർ പറയുന്നതിലൊരു കാര്യമുണ്ടല്ലോ, ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മഴയും ഭൂപ്രകൃതിയിൽ വ്യത്യാസമുള്ള സ്ഥലങ്ങളിൽ നടത്തിയിരിക്കുന്ന നിർമ്മാണത്തിന് അതേ മാതൃകയിൽ തന്നെയാണ് കേരളത്തിലും നിർമ്മാണം നടത്തിയിരിക്കുന്നത്. ഇവിടുത്തെ ഭൂപ്രകൃതി ഒരു തരത്തിലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇവിടുത്തെ ബിൽഡേഴ്സ് അസോസിയേഷൻ പറയുന്ന അവരെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി കാര്യക്ഷമമായേനെ എന്നാണ്. നമ്മുടെ അനുഭവം യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? സ്മൃതി, തീർച്ചയായിട്ടും അവർ പറയുന്നതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ കേരളത്തിലെ കരാറുകാർക്ക് പ്രത്യേകിച്ച് ബിൽഡേഴ്സിനൊന്നും ഈ ഒരു ഇതിൻ്റെ ലേലത്തിൽ ടെൻഡറിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. കാരണം ആ ടെൻഡറിനുള്ള ഒരു പ്രീ ക്വാളിഫയിങ് ആയിട്ടുള്ള മാനദണ്ഡങ്ങളുണ്ട്. അതിൽ പങ്കെടുക്കാൻ പറ്റിയതായിട്ടുള്ള എക്സ്പീരിയൻസ് ഒരുപക്ഷെ ഈ കേരളത്തിലെ കരാർ കമ്പനികൾക്ക് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. പക്ഷേ കേരളത്തിലെ കരാർ കമ്പനികൾ ഇപ്പോൾ പണി നടക്കുന്ന ദേശീയപാതയിലുള്ള അപാകതകൾ, അതിലെ നിർമ്മാണത്തിലെ അപാകതകൾ, കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കേരളത്തിൻ്റെ കാലാവസ്ഥയും ഒക്കെ അനുസരിച്ച് വേണ്ട മാറ്റങ്ങളെക്കുറിച്ചൊക്കെ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ കേരളത്തിലെ കരാറുകാരുടെ നിർദ്ദേശങ്ങൾ ഈ പറയുന്ന ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും വന്നിട്ടുള്ള കരാറുകാർ കേട്ടില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി അത് മുഖവിലക്കെടുത്തില്ല എന്ന് പറയുന്ന ആരോപണം വളരെ ഗുരുതരമാണ്. കാരണം കേരളത്തിലെ കരാറുകാർക്ക് ഒരുപക്ഷെ ഇതെടുക്കാനുള്ള ടെൻഡർ വിളിക്കാനുള്ള യോഗ്യത ഉണ്ടായിരിക്കില്ല. അത് പക്ഷേ ആ ടെൻഡർ നടപടികളിലൊക്കെ മാനദണ്ഡത്തിലോ മാറ്റം വരുത്തണമോ ഇവർക്ക് കൊടുക്കേണ്ടതുണ്ടോ ഒക്കെ തീരുമാനിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി ടെൻഡർ കൊടുത്ത കരാറുകാർ ഇവിടെ പണി നടത്തുമ്പോൾ ആ പണിയും ആ നിർമ്മാണ പ്രവൃത്തികളുമൊക്കെ കേരളത്തിൻ്റെ കാലാവസ്ഥക്ക് അനുയോജ്യമല്ല എന്ന് നേരത്തെ ഇവർ മുന്നറിയിപ്പ് കൊടുക്കുകയും അത് രേഖാപരമായി തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഭാരവാഹി സുബൈർ കൊളക്കാടൻ നമ്മോട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരമൊരു മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മുന്നറിയിപ്പ് എന്തുകൊണ്ട് മുഖവിലക്കെടുത്തില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ശരി, കേരളത്തിൽ കാസർഗോഡ് ഭാഗത്ത് യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നുള്ളവർക്ക് തന്നെയല്ലേ നിർമ്മാണ ചുമതലയുള്ളത്? അതെ, ചില പ്രദേശങ്ങൾ ഇപ്പോൾ ഊരാളുങ്കൽ ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏറ്റെടുത്തിട്ടുണ്ട്, അവർക്കുണ്ട്. പക്ഷേ ഈ മേഘ കൺസ്ട്രക്ഷൻ പോലെ, ഇപ്പോൾ അതുപോലെ നമ്മുടെ കൂരിയാട് ഭാഗത്തുള്ള ഏജൻസികൾ, അത്ര വാഗാട് പോലുള്ള ഏജൻസികൾ, ഇവരൊക്കെ തന്നെ കേരളത്തിന് പുറത്തുനിന്നുള്ളവരാണ്. അതായത് ഈ ദേശീയപാത അതോറിറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്തിട്ടുള്ളതിൽ ഭൂരിഭാഗവും നമുക്കറിയാം 600 കിലോമീറ്റർ എന്ന് പറയുന്നു. ആ 600 കിലോമീറ്റർ വിവിധ സ്ട്രെച്ചുകളായി തിരിച്ച് ആ സ്ട്രെച്ചുകൾ ഓരോന്നും ഓരോ കരാറുകാർക്കാണ് കൊടുത്തിട്ടുള്ളത്. നിർമ്മാണ പ്രവൃത്തികൾ വേഗത്തിൽ നടക്കാനെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ആ സ്ട്രെച്ചുകൾ ഓരോന്നും എടുത്തിട്ടുള്ളത് പല കമ്പനികളും ഉത്തരേന്ത്യയിൽ കേന്ദ്രീകരിച്ചും അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവരുമാണ്. അവർ പിന്നീട് അത് ഉപകരാർ കൊടുക്കുകയും ആ ഉപകരാർ കൊടുക്കുന്ന കമ്പനികളൊക്കെ ഒരു ഉത്തരവാദിത്തമില്ലാതെ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ വെല്ലുവിളി. മാത്രവുമല്ല, ഇത് വിവിധ സ്ട്രെച്ചുകളായി തിരിച്ചോടുകൂടി തന്നെ ഈ പ്രകൃതി പഠനം അല്ലെങ്കിൽ പാരിസ്ഥിതിക ആഘാത പഠനമൊന്നും കൃത്യമായി നടന്നില്ല എന്നൊരു ആരോപണം കൂടി ഉയരുന്നുണ്ട്. തീർച്ചയായും നേരത്തെ തന്നെ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. കരാറോ ലഭിച്ചില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ നിർമ്മാണമെന്ന് പരിശോധിച്ചപ്പോഴാണ് കുഴപ്പങ്ങളുണ്ടെന്ന് മനസ്സിലായത്. അപ്പോൾ അതനുസരിച്ച് ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു, ഞങ്ങൾക്ക് കരാർ ഏൽപ്പിച്ചില്ല എന്നുള്ള വിഷമവും അവർ പ്രകടമാക്കിയാണ്. ബിൽഡേഴ്സ് അസോസിയേഷന്റെ പ്രതികരണമാണ് ഇപ്പോൾ കണ്ടത്. റിപ്പോർട്ടർ ബ്രേക്കിംഗ്. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 പയ്യന്നൂരിൽ റോഡിൽ വിള്ളൽ. കണ്ടോത്തും കോത്തായി മുക്കിലും ആണ് വിള്ളൽ പ്രത്യക്ഷമായത്. അർജുൻ കല്യാട വിവരങ്ങളുമായി. അർജുൻ, കണ്ണൂരിൽ തന്നെ പലയിടത്തായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടിരിക്കുന്നു. ഇപ്പോൾ പയ്യന്നൂരിൽ നിന്നുള്ള വിവരമാണല്ലോ, എന്താണ് ഇപ്പോൾ കാണാനാകുന്നത്?
സ്മൃതി, നമ്മളിപ്പോൾ നിൽക്കുന്നത് പയ്യന്നൂരിലാണ് ഈ നിർമ്മാണം നടക്കുന്ന ദേശീയപാതയിൽ ഇപ്പോൾ വിള്ളൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചെറിയ രീതിയിലുള്ള വിള്ളൽ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പോൾ കുറച്ചുകൂടി ഭീകരമായ സാഹചര്യത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഇത് ഏകദേശം ഒരു 100 മീറ്ററിലധികം ദൂരത്തിലധികം ഇങ്ങനെ ഈ വിള്ളൽ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഈ ദേശീയപാതയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് ഗഡറുകൾ ഇവിടെ കൊണ്ടുവന്നിങ്ങനെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇതിനിടയിലെല്ലാം തന്നെ വിള്ളലുകൾ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ഇത് നേരത്തെ ഉണ്ടായിട്ടുള്ള വിള്ളലല്ല എന്നുള്ളതാണ് പറയുന്നത്. അതായത് ഈ കോൺക്രീറ്റ് ഗഡറുകൾ കൊണ്ടുവന്നിട്ടപ്പോഴോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടോ അല്ല എന്ന് തന്നെയാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. അത് നമുക്ക് വ്യക്തമാവുന്നതാണ് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഭാഗം അങ്ങനെ തന്നെ താഴ്ന്ന് നിൽക്കുന്നത് നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയും. അതായത് ഇതിന് നിരപ്പായ രീതിയിലായിരുന്നു നേരത്തെ ടാർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഇപ്പോൾ ഇത്രയും തന്നെ താണു. അതായത് ഏകദേശം ഒരു 4-5 അടി അല്ലെങ്കിൽ ഒരു 2 അടിയോളം താഴ്ചയിലേക്ക് താണു പോയിട്ടുള്ളതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഒരു 5-6 മീറ്ററിലധികം അല്ലെങ്കിൽ 10 മീറ്ററിലധികം ദൂരത്തിൽ തന്നെ ഇത്തരത്തിൽ താണു പോയത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൻ്റെ ഭാഗമായാണ് വിള്ളൽ സംഭവിച്ചതെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്. എന്തായാലും പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. ഈ പ്രദേശത്തെല്ലാം തന്നെ വെള്ളം കെട്ടി നിൽക്കുന്ന മേഖലയാണ് എന്നുള്ള കാര്യം കൂടിയുള്ള നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശത്തുള്ള ജനങ്ങൾ വലിയ ആശങ്കയിലാണുള്ളത്. ശരിയാണ് അർജുൻ, ആ പ്രതികരണങ്ങൾ എടുത്തുകൊള്ളുക. പയ്യന്നൂരിൽ നിന്നുള്ള ഏറ്റവും പുതിയ കാഴ്ചയാണ്. നിർമ്മാണം നടക്കുന്ന ദേശീയപാത 66 കണ്ടോത്തും കോത്തായിമുക്കിലുമാണ് ഇപ്പോൾ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ 2 മണിക്കൂർ ദേശീയപാതകളിലൂടെയുള്ള സഞ്ചാരമായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദേശീയപാത നിർമ്മാണത്തിൽ എന്തൊക്കെ വീഴ്ചകൾ, പ്രത്യക്ഷത്തിൽ തന്നെ കാണാവുന്ന വീഴ്ചകൾ, അനാസ്ഥ, അതിൻ്റെ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് സമഗ്രമായി തന്നെ ഈ ലൈവത്തോണിൽ പ്രേക്ഷകർ കണ്ടത്. ഇനി ഇതിന്മേൽ നടപടി എത്രത്തോളം വേഗത്തിലുണ്ടാകുമെന്നാണ് അറിയേണ്ടത്. ഹൈക്കോടതി അതിന്മേൽ കൃത്യമായ റിപ്പോർട്ട് തേടുകയും ചെയ്തിരിക്കുന്നു. ഞങ്ങളുടെ റിപ്പോർട്ടർ സംഘമാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്.